ഹരി ഓം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഹരി ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ദ്വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൗജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ജന്മാഷ്ടമി ഭഗവാന്റെ ജയന്തി ദിന ആശംസകൾ. എല്ലാവരുടെ ഉള്ളിലും ആ ഭഗവാൻ നിറഞ്ഞു നിൽക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹത്തിന് എല്ലാവരും പാത്രീഭവിക്കട്ടെ. എല്ലാവർക്കും ആ ഭഗവത് തത്വം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരും അനുഗ്രഹീതരാവട്ടെ. ഓം. ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം. ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ. ജയതു ജയതു മേഘശ്യാമളകോമളാംഗോ. ജയതു ജയതു പൃഥ്വീഭാരനാശോ മുകുന്ദഃ. നാരായണ. ദേവകീ നന്ദനൻ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് വന്ന എല്ലാവർക്കും മോക്ഷദാനം ചെയ്യുന്ന, ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ആ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ജയിക്കട്ടെ, ജയിക്കട്ടെ, ജയിക്കട്ടെ. ഇന്ന് മാത്രമല്ല, എന്നും ജയിച്ചരുളട്ടെ. എപ്പോഴും ഭഗവത് സ്മരണ എല്ലാവർക്കും സാധ്യമാവട്ടെ. അവരെന്ത് ചെയ്യുമ്പോഴും ഏതവസ്ഥയിലും കംസൻ ഭയം കൊണ്ട് സാധിച്ചത് നമുക്ക് പ്രേമഭക്തി കൊണ്ട് സാധിക്കട്ടെ. നാരായണ. ഇന്ന് ഏറ്റവും വിശേഷ ദിവസം. ശ്രീകൃഷ്ണ ഭക്തന്മാർക്കെല്ലാം ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, ഉത്സവത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ദിവസം. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലും അതുപോലെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുമെല്ലാം ദിവസങ്ങളായി അതിനുള്ള ഒരു കൂട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നതിൻ്റെ പാരമ്യമാണ്. എല്ലാവരും ഒത്തുകൂടി ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ദിവസം. എല്ലാവരുടെ മനസ്സിലും ആ ആനന്ദസ്വരൂപനായ ഭഗവാൻ കളിക്കട്ടെ. നാരായണ. ഇപ്പം നമ്മുടെ ഭാഗ്യമാണ് നമ്മൾക്ക് ഈ ഭാഗവത ജ്ഞാനഗംഗ നിത്യവും കേൾക്കാൻ കഴിയുന്നതും അതിൽ ഭഗവാൻ തന്നെ തെരഞ്ഞെടുത്ത പോലെ ഈ ജന്മാഷ്ടമി ദിവസത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഭഗവാന്റെ അവതാരം വായിക്കാൻ കഴിയുന്നതും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ അതിനുവേണ്ടി വിശേഷമായിട്ട് വായിക്കേണ്ടി വന്നു. ഇതിപ്പോൾ ഭാഗവത ജ്ഞാനഗംഗയുടെ ശ്രീകൃഷ്ണ ലീലാമൃതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ ഈ അവതാര ഭാഗം വായിക്കുകയാണ്. അവതാര ഭാഗം വിചാരം ചെയ്യുകയാണ്. ഇതിൽ പരം ഭാഗ്യം എന്തു വേണ്ടു? ഇത്രയും ധന്യധന്യരായിട്ടുള്ളത് ആരാണുള്ളത്? തീർച്ചയായിട്ടും നമ്മളൊക്കെ ജന്മാന്തരത്തിൽ ചെയ്ത സുഹൃതം തന്നെയാണ്. ഇത്രയും കാലം നമ്മൾ ഈ ജന്മത്തിലും ചെയ്ത
സൽക്കർമ്മങ്ങളുടെ പുണ്യത്തിൻ്റെ നല്ല ഭഗവത് ഭക്തിയുടെ എല്ലാറ്റിൻ്റെയും ആ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ധന്യരാണെന്ന് എല്ലാവരും നല്ല ബോധ്യം ഉണ്ടാവുക. ധന്യരാണെന്ന് ഒരു കുറവുമില്ല അല്ലേ? ഭഗവാനോട് പറയാം, കുറയൊன்றுമില്ലൈ മറൈമൂർത്തി കണ്ണ എന്ന് പാട്ടുപാടുന്നില്ലേ? വേദപ്പൊരുളായ കണ്ണ, വേദത്തിൻ്റെ മൂർത്തിയായ കണ്ണ, അറിവിൻ്റെ മൂർത്തിയായ കണ്ണ, മറൈമൂർത്തി കണ്ണ, എங்களுக்கு കുറയൊന്നുമില്ലൈ. വി ആർ എന്താ പറയുക, നത്തിങ് ലാക്കിങ്. ഒരു കുറവില്ല, പൂർണ്ണതയാണ്, ധന്യതയാണ്. ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവിടെ എന്തൊക്കെ കുറവുണ്ടോ അതൊന്നും കാണണ്ട, കണ്ടിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരമടക്കം, ശരീരത്തിലുള്ള രോഗാദികളടക്കം അതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. നെവർ മൈൻഡ്, ടേക്ക് ഇറ്റ് ഈസി. ആത്മസ്വരൂപനായ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനിലാണ് നമ്മൾ ഉറച്ചിരിക്കേണ്ടത്. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ആ ഭഗവാനിൽ നമ്മുടെ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമുക്ക് ഒന്നിനെക്കുറിച്ചും ആവലാതിയില്ല, ഒന്നും വേണം എന്നുള്ള തോന്നലേ ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും വേണോ ചോദിച്ചാൽ ഒന്നിൻ്റെയും കുറവില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഒരു കുറവുമില്ല, നിറഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എപ്പോഴും നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ, എപ്പോഴും സാധിക്കട്ടെ. നാരായണ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെയുള്ള നിറവോടുകൂടെ നമുക്ക് ഭഗവാന്റെ അവതാരം വായിച്ച് ആസ്വദിക്കാം, ആഘോഷിക്കാം, സന്തോഷമായിട്ടിരിക്കാം. നമ്മുടെയൊക്കെ ഗൃഹങ്ങളിലേക്ക് ഭഗവാൻ എഴുന്നള്ളുമ്പോൾ നമ്മൾ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം ഭഗവാനെ വരവേൽക്കണം. അല്ലാതെ എപ്പോഴും ആവലാദികൾ പറഞ്ഞുകൊണ്ടല്ല, വിഷമം പറഞ്ഞുകൊണ്ടല്ല, കൃതജ്ഞതയോടെ ഭഗവാൻ ഇന്ന് വരെ നൽകിയതിനെല്ലാം കൃതജ്ഞതയോടെ, ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നതിനും ഇനി തരാനിരിക്കുന്നതിനും ഇപ്പോഴേ കൃതജ്ഞതയുണ്ടായിരിക്കുക. ആ കൃതജ്ഞതയുള്ളവർ ഭാഗ്യവാന്മാരാണ്, നിറഞ്ഞവരാണ്. അത് തന്നെയാണ് ധന്യത. നമുക്ക് ഭഗവാന്റെ അവതാര ഭാഗം വായിക്കാം. ദശമസ്കന്ധം, തൃതീയ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ തൃതീയോऽധ്യായഃ. ശ്രീശുക ഉവാച. അധഃ സർവഗുണോപേതഃ കാലഃ പരമശോഭനഃ യർഹ്യേവാജനജന്മർക്ഷം സാന്തർക്ഷഗ്രഹതാരകം. ദിശഃ പ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമവ്രജാകര.
നദ്യഃ പ്രസന്ന സലിലാഹൃദാ ജലരുഹശ്രിയഃ ദ്വിജാളികുലസന്നാദസ്തബകാവനരാജയഃ വവൗ വായുഃസുഖസ്പർശഃ പുണ്യഗന്ധവഃ ശുചിഃ അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ദത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹം ജായമാനേ അജനേ തസ്മിന്നേ ദുർദുന്ദുഭയോഭിവി ജഗുഃ കിന്നരഗന്ധർവാഃ തുഷ്ടുവുഃ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നമൃദുഃ അപ്സരോഭിഃ സമം തദാ മുമുചുർമുനയോ ദേവാഃ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരാഃ ജഗർജുരനുസാഗരം നിശീദേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണുഃ സർവഗുഹാശയഃ ആവിരാസീദ്യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കലഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തമൽബുദം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്വിഷാ പരിഷ്വക്തസഹസ്രകുണ്ടളം ഉദ്ദാമകാഞ്ജംഗദകങ്കണാദിഭിർവിരോചമാനം വസുദേവ ഐക്ഷത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സവിസ്മയോദ്ഭുല്ലവിലോചനോ ഹരിം സുതം വിലോക്യാനഗതുന്ദുഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശത് മുദാ ദ്വിജേഭ്യോയുതമാപ്ലുതോ ഗവാം അഥൈനമസ്തൗദവധാര്യ പൂരുഷം പരം നതാംഗകൃതധീകൃതാഞ്ജലിഃ സ്വരോജിഷാ ഭാരത സൂതികാ ഗൃഹം വിരോചയന്തം ഗദഭീഃ പ്രഭാവവിത് വസുദേവ ഉവാച വിദിതോऽസി ഭവാൻ സാക്ഷാത് പുരുഷഃ പ്രകൃതേഃ പരഃ കേവലാനുഭവാനന്ദസ്വരൂപഃ സർവബുദ്ധിദൃക്ക് സ ഏവ സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനു ത്വം ഹ്യപ്രവിഷ്ടഃ പ്രവിഷ്ടൈവ ഭാവ്യസി യദേമേ അവികൃതാ ഭാവാ തദാ തേ വികൃതൈഃ സഹ നാനാവീര്യാ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിപത്യ സമുൽപാദ്യ ദൃശ്യന്തെ അനുഗതാ ഇവ
പ്രാഗേവ വിദ്യമാനത്വാത് ന തേഷാമിഹ സംഭവഃ. ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണൈഃ ഗ്രാഹ്യൈർഗുണൈർസന്നഭിതദ്ഗുണാഗ്രഹഃ അനാവൃതത്വാത് ബഹിരന്തരം ന തേ സർവസ്യ സർവാത്മന ആത്മവസ്തുനഃ. യ ആത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യതേ സ്വവ്യതിരേകതോ ബുധഃ. വിനാനുവാദം ന ച തന്മനീഷിതം സമ്യക് യതസ്ത്യക്തമുപാദദത് ത്വത്തോസ്യ ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഹാദഗുണാദവിക്രിയാത് ത്വയീശ്വരേ ബ്രഹ്മണി നോ വിരുദ്ധ്യതേ ത്വദാശ്രയത്വാദുപചര്യതേ ഗുണൈഃ. സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയാ ബിഭർഷി ശുക്ലം ഖലു വർണ്ണമാത്മനഃ. സർഗായ രക്തം രജസോപബൃംഹിതം കൃഷ്ണം ച വർണം തമസാ ജനാത്യയേ. ത്വമസ്യ ലോകസ്യ വിഭോരിരക്ഷിഷുഃ ഗൃഹേപതീർണോऽസി മമാഖിലേശ്വര. രാജന്യസംജ്ഞാസുരകോടിയൂതവൈർനിർവ്യൂഹ്യമാനാ നിഹനിഷ്യസേ ചമൂഃ. അയം ത്വസഭ്യസ്തവ ജന്മ നൗ ഗൃഹേ ശ്രുത്വാഗ്രജാൻ തേന്യവധീത് സുരേശ്വര. സതയാവതാരം പുരുഷൈ സമർപ്പിതം ശ്രുത്വാദുനൈവാഭിസരത്യുദായുധഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച അഥൈനമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവഗീതം ഉപാദാവത് കംസാദ്ഭീതാ ശുചിസ്മിതാ. ദേവക്യുവാച രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപഃ. നഷ്ടേ ലോകേ ദ്വിപരാർദ്ധാവസാനെ മഹാഭൂതേഷ്വാദിഭൂതം ഗതേഷു വ്യക്തേ അവ്യക്തം കാലവേഗേന യാത്തെ ഭവാനേകഃ ശിഷ്യത്തെ ശേഷസംജ്ഞഃ. യോയം കാലസ്തസ്യ വ്യക്തബന്ധോ ചേഷ്ടതേ യേന വിശ്വം. നിമേഷാദിർവത്സരാന്തോ മഹീയാൻ തം ത്വേഷാനം ക്ഷേമഗാമ പ്രപദ്യേ. മർത്യോ മൃത്യുവ്യാളഭീതഃ പലായൻ ലോകാൻ സർവാൻ നിർഭയം നാദ്യ ഗച്ഛത്. ത്വൽപാദാബ്ജം പ്രാപ്യ യദൃച്ഛയാദ്യ സ്വസ്ഥശേതേ മൃത്യുരസ്മാദപൈതി. സത്വം ഘോരാദുഗ്രസേനാത്മജാന്നഃ ത്രാഹിത്രസ്താൻ ഭൃത്യവിത്രാസഹാസി. രൂപം ചേദം പൗരുഷം ധ്യാനദിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശാം കൃഷിഷ്ടാഃ. ജന്മത്തെ മയ്യസൗ പാപോ മാ വിദ്യാത്മധുസൂദന. സമുദ്വിജേ ഭവദ്ധേതോഃ കംസാദഹമധീരധീഃ. ഉപസംഹര വിശ്വാത്മൻ അധോരൂപമലൗകികം ശംഖചക്രഗദാ പദ്മശ്രിയാജുഷ്ടം ചതുർഭുജം. വിശ്വം യദേതത്സ്വതനൗ നിശാന്തേ യദാവകാശം പുരുഷ പരോ ഭവാൻ. ബിഭർത്തി സോയം മമ ഗർഭഗോഭൂത്. അഹോ നൃലോകസ്യ വിഡംബനം ഹി തത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഭഗവാനുവാച ത്വമേവ പൂർവസർഗേ അഭൂഃ പൃശ്നിഃ സ്വായംഭുവേ സതി. തദായം സുതപാനാമ പ്രജാപതിരകൽമഷഃ. യുവാം വൈ ബ്രഹ്മണാദിഷ്ടൗ പ്രജാസർഗേ യദാ തതഃ. സംനിയമ്യേന്ദ്രിയഗ്രാമം തേ പാധേ പരമം തപഃ. വർഷവാതാതപഹിമഘർമകാലഗുണാൻ അനുസഹമാനൗ
ശ്വാസരോധവിനിർധൂതമനോമലൗ ശീർണപർണാനിലാഹാരൗ ഉപശാന്തേന ചേതസാ മത്തക്കാമാനഭീപ്സന്തൗ മദാരാധനമീഹതുഃ ഏവം വാം തപ്യതോസ്തീവ്രം തപഃ പരമദുഷ്കരം ദിവ്യവർഷസഹസ്രാണി ദ്വാദശേയുർമദാത്മനോഃ തദാ വാം പരിതുഷ്ടോഹം അമുനാ വപുഷാനഘേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ ച ഹൃദി ഭാവിതഃ ഭ്രാതുരാസം പരതരാട് യുവയോഃ കാമദിൽസയാ വ്രജതാംബരയുക്തേ മാതൃശോ വാം മൃതസുതഃ അജുഷ്ടഗ്രാമ്യവിഷയൗ അനപത്യൗ ച ദമ്പതി നവപുരാദേപവർഗം മേ മോഹിതൗ മമ മായയാ ഗതേ മയ്യുവാം ലബ്ധ്വാ വരം മൽസദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാൻ അഭുഞ്ചാദാം യുവാം പ്രാപ്തമനോരഥൗ അദൃഷ്ട്വാന്യതമം ലോകേ ശീലൗദാര്യഗുണൈഃ സമം അഹം സുതോ വാം അഭവം പ്രശ്നിഗർഭൈതി ശ്രുതഃ തയോർവാം പുനരേവാഹം ആദിത്യാമാസ കശ്യപാത് ഉപേന്ദ്രൈതി വിഖ്യാതോ വാമനത്വാച്ച വാമനഃ തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ വപുഷാദവാം ജാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതി ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യഥാ മദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായത്തെ യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച സഹൃദ് ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേദേ മൽഗതിം പരാം. ശ്രീശുക ഉവാച ഇത്യുക്ത്വാസീധരിസ്തൂഷ്ണീം ഭഗവാൻ ആത്മമായയാ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശുഃ തതശ്ച ശൗരിർഭഗവത് പ്രചോദിതഃ സുതം സമാദായ സസൂതികാ ഗൃഹാത് യദാ ബഹിർഗന്തുമിയേഷ തർഹ്യജാ യാ യോഗമായാ ജനിനന്ദജായയാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമഹാദേവ്യൈ നമഃ. തയാ ഹൃതപ്രത്യയ സർവവൃത്തിഷു ദ്വാസ്തേഷു പൗരേഷ്വഭിശായിതേഷ്വദ ദ്വാരസ്തു സർവാപിഹിതാ ദുരത്യയാ ബൃഹത് കവാടായ സകീലശൃംഖലൈഃ താ കൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വ്യപര്യന്ത യഥാ തമോരവേഃ വവർഷ പർജന്യ ഉപാംശുഗർജിതഃ ശേഷോന്വഗാത് വാരിനിവാരയൻ ഫണൈഃ മഘോ നിവർഷത്യസകൃത്യമാനുജ ഗംഭീരതോയൗ ഗജവോർമിഭേനില ഭയാനകാവർത്ത ശതാകുലാ നദീ മാർഗം ദദൗ സിന്ധുരിവ ശ്രിയഃ പദേഃ നന്ദവ്രജം ശൗരിരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിദായ തൽസുതാം ഉപാദായ പുനർഗൃഹാനഗാത് ദേവക്യാശയനേന്യസ്യ വസുദേവോ ദദാരികാം പ്രതിമുച്യ പതോർലോഹം ആസ്തേ പൂർവവദാവൃതഃ യശോദാനന്ദപത്നീ ച ജാതം പരമബുദ്ധ്യദന തല്ലിംഗം പരിശ്രാന്താ നിദ്രയാ ഭഗത സ്മൃതിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ഹരേ നാരായണ, ഹരേ നാരായണ. ഹരി ഓം.
വൈകി വന്നവർക്കും എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. എല്ലാവർക്കും ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവത് ഭക്തി എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ. നാരായണ നാരായണ. നമ്മൾ ഇന്നലെ തന്നെ ഈ അവതാര ശ്ലോകങ്ങൾ വ്യാഖ്യാനം കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. 10 ശ്ലോകം വരെ അല്ലേ ഭഗവാന്റെ അവതാര രംഗം. ലോകത്തിൻ്റെ മുഴുവൻ മഹേശ്വരനായ രാജാതിരാജനായ ആ ഭഗവാന്റെ എഴുന്നള്ളത്ത്, തൻ്റെ സ്വധാമത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവായിരുന്നു അവതാരം. ആ രാജാതിരാജനെ സ്വീകരിക്കാൻ ഭഗവാന്റെ പ്രജകളായ അല്ലെങ്കിൽ സേവകന്മാരായ പ്രകൃതിയിലെ സകല ചരാചരങ്ങളും ഒരുങ്ങുന്നത് വിശദമായി നമ്മൾ കണ്ടു. 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ ആ പ്രകൃതി ഒരുങ്ങുന്ന രംഗങ്ങളായിരുന്നു. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ശാന്തമായി, എല്ലാം ഭഗവാന്റെ ആ ജന്മത്തെ അനുകൂലിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് ഭഗവാന്റെ അവതാരം ഭംഗിയായി അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണം നടക്കാനായിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥനാപൂർവം തയ്യാറായി നിൽക്കുന്ന ആ രീതി വളരെ ഭംഗിയായിട്ട് അവതരിച്ചിരുന്നു. ആകാശവും ഭൂമിയും ജലാശയങ്ങളും അന്തരീക്ഷത്തിലെ വായുവും അഗ്നി പോലും എങ്ങനെയൊക്കെ അങ്ങനെ പഞ്ചഭൂതങ്ങളും പ്രസന്നങ്ങളായി ഭഗവാനെ സേവിക്കുന്നതായി. കാരണം ഈ പഞ്ചഭൂതങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അപ്പം അവരെല്ലാം ഭഗവാനെ സേവിക്കുന്ന ഭാവത്തിൽ ഭഗവാന്റെ എഴുന്നള്ളിന് കാത്തു നിൽക്കുന്ന രംഗം കണ്ടു. അതുപോലെ ദേവന്മാരുടെയും സജ്ജനങ്ങളുടെയൊക്കെ മനസ്സുകളെല്ലാം പ്രസന്നങ്ങളായി ഭവിച്ചു. ദേവന്മാരും മറ്റൊക്കെ വാദ്യങ്ങളെ ഘോഷം ചെയ്തു. കിന്നര ഗന്ധർവന്മാരും സിദ്ധചാരണന്മാരും ആകാശത്തു നിന്ന് ഗാനം ചെയ്യുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. വിദ്യാധരികളും അപ്സരസ്ത്രീകളും ഭഗവാന്റെ ആ ജന്മോത്സവത്തിന് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു. ദേവന്മാരും മുനികളും ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പുഷ്പവൃഷ്ടി ചെയ്തു. ഈ സമയത്ത് മേഘങ്ങൾ പതുക്കെ ഗർജിക്കാനായിക്കൊണ്ട് തുടങ്ങി. സാഗര ഗർജനവും മാറ്റൊലിക്കൊള്ളുന്നു. സകല ചരാചരങ്ങളും ഭഗവാനെ എതിരേൽക്കാൻ ഞങ്ങളിവിടെയുണ്ടേ, ഞങ്ങളിവിടെയുണ്ടേ എന്നിങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് അഹമഹമികയ, ഞാൻ മുമ്പേ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് പറയും പോലെയുള്ള ഭാവത്തിൽ ഭഗവാനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നതാണ് കണ്ടത്. അങ്ങനെയുള്ള ആ തമ ഉത്ഭൂതേ നിശീതേ, ഇരുട്ട് വർദ്ധിച്ചതായിട്ടുള്ള ആ രാത്രിയില്, മഴക്കാല രാത്രിയാണ്, ആ ജനാർദ്ദനൻ ജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും അജ്ഞാനത്തെയും ഇരുട്ടിനെയും എല്ലാം നശിപ്പിക്കുന്നവനായ ജനാർദ്ദനൻ ജായമാനനായപ്പോൾ ഇതെല്ലാം അനുകൂലമായി ഭവിച്ചു. ആ ദേവകി, ദേവരൂപിണി തന്നെയായ ദേവകിയിൽ സർവഗുഹാശയനായ വിഷ്ണു ആവിർഭവിച്ചു. ഭഗവാൻ സർവഗുഹാശയനാണ്, അഥവാ സർവത്ര നിറഞ്ഞിരിക്കുന്നവനാണ്. എങ്കിലും ഒരു പ്രത്യേക രൂപത്തിലും അവതരിച്ചു. അതിനാണ് നല്ലൊരു ഉദാഹരണം പറഞ്ഞത്, യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കലഹ എന്ന്. ആ പൂർണ്ണചന്ദ്രൻ കിഴക്ക് ദിക്കിൽ ഉദിക്കും പോലെ എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രൻ തന്റെ നിലാവ് കൊണ്ട്, തന്റെ രശ്മികളെ കൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ആ മൂർത്തി, ചന്ദ്രന്റെ മൂർത്തി കാണണമെങ്കിൽ കിഴക്ക് ദിക്കിലേക്ക് നോക്കണം. ഉദിച്ചു വരുന്ന ചന്ദ്രനെ കാണണമെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയാൽ ചന്ദ്രനെ കാണില്ല, ചന്ദ്രന്റെ പ്രകാശം കാണും.
കിരണങ്ങൾ കാണാം, നിലാവ് കാണാം. പക്ഷെ ചന്ദ്രനെ കാണണമെങ്കിൽ കിഴക്കോട്ട് തന്നെ നോക്കണം. അപ്പൊ അതുപോലെ സർവവ്യാപിയാണ് ഭഗവാൻ, സർവഗുഹാശയനാണ് ഭഗവാൻ, എല്ലാറ്റിലും നിറഞ്ഞിരിപ്പുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു കൃഷ്ണചന്ദ്രനായിട്ട് ഭഗവാൻ ദേവകി ഗർഭത്തിൽ നിന്ന് ആ കംസന്റെ കാരാഗൃഹത്തില് പ്രത്യേകമായിട്ട് മൂർത്തിയായിട്ട് അവതരിച്ചു. ഏറ്റവും ഭഗവാന്റെ ആ എന്താ പറയുക ചൈതന്യത്തെ എല്ലാം പുഷ്കലഹ എന്നുള്ള ശബ്ദം കൊണ്ട് പൂർണ്ണചന്ദ്രനെ ഉപമിച്ചു, അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രനെ വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ ഭഗവാനെയും പുഷ്കലഹ എന്ന വിശേഷണം ചേരും. അതുകൊണ്ട് തന്റെ കലകളെല്ലാം പൂർണ്ണമായി കൊണ്ട് എന്നർത്ഥമാണ്. അപ്പൊ പൂർണ്ണനായിട്ടുള്ള ഭഗവാനാണ് അവതരിച്ച്, പൂർണ്ണാവതാരമാണ് കൃഷ്ണൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് സൂചിപ്പിക്കുന്നതാണ് പുഷ്കലഹ ജനാർദ്ദനഃ വിഷ്ണു. പുഷ്കലനായ വിഷ്ണു അവതരിച്ചു ആ ദേവകിയിൽ നിന്ന്, ദേവരൂപിണിയായ ദേവകിയിൽ നിന്ന് അവതരിച്ചു എന്നുള്ളതായിട്ടുള്ള പ്രയോഗം. അപ്പൊ ഭഗവാന്റെ ആ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു, അപൂർണ ചന്ദ്രനോടുള്ള ഉപമ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ അതിമനോഹരമായ രൂപത്തെ, ആ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിരിക്കുന്ന താമര കണ്ണനായിരിക്കുന്ന അത്ഭുത ബാലകനെ, ചതുർഭുജനായിരിക്കുന്ന തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം കളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യ കിരീട കുണ്ടലത്വിഷാ പരിഷ്വക്ത സഹസ്രകുന്തളം ഉദാമ കാഞ്ച്യംഗത കങ്കളാദിബിർവിരോജമാനം വസുദേവ ഐക്ഷത. ആ വസുദേവൻ ഈക്ഷിച്ചതായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം, ഭഗവാന്റെ രൂപത്തെ അല്ലേ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം അല്ലെ കാന്തിമതോപി കാന്തം മാധുര്യദുര്യാദപി മധുരതരം എന്നൊക്കെ മേൽപ്പത്തൂര് വർണ്ണിച്ച അതിമധുരമായ അതിമനോഹരമായ ആ രൂപത്തെ വസുദേവരാണ് ആദ്യം കാണുന്നത് എന്ന് പറയുന്നു. അപ്പൊ അത്ഭുത ബാലകം അംബുജേക്ഷണം, ആ അത്ഭുത ബാലകനെ സാധാരണ പ്രാകൃത ബാലകനല്ല, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത്ഭുത ബാലകൻ എന്ന് പറഞ്ഞത്. നമ്മളെ പോലെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ശരീരം അഴുക്കായിക്കൊണ്ട് അല്ലെ, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സകല എന്താ പറയുക ദ്രവങ്ങളും പുറത്ത് പറ്റിക്കൊണ്ട്, അമ്മയുടെ രക്തം പറ്റിക്കൊണ്ട് മലമൂത്രത്തിൽ കിടക്കുന്ന പോലെയുള്ളതായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല ഭഗവാന്റെ ജന്മം. നമ്മളൊക്കെ ജനിക്കുന്നത് അങ്ങനെയാണ്. പ്രാകൃത ശിശുക്കളെല്ലാം ജനിക്കുന്നത് അങ്ങനെ എല്ലാ അഴുക്കുകളും പുരണ്ടുകൊണ്ടാണ്. അഴുക്ക് എന്ന് പറയാവോ എന്നറിയില്ല, എന്തായാലും നമ്മളെല്ലാവരും ആ രീതിയിലാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു ദൃഷ്ടിയിൽ അഴുക്ക്, ഒരു ദൃഷ്ടിയിൽ അതൊന്നും ഇല്ലാതെ പ്രകൃതി ഇല്ല. അതിൽ തന്നെയാണ് നമ്മൾ മാസങ്ങളോളം കിടന്നത് അല്ലേ. അത് തന്നെയായിരുന്നു നമ്മുടെ സ്വന്തം ഗൃഹം. 10 മാസം എന്ന് പറയുന്ന അവസ്ഥയിൽ അവിടെ തന്നെയായിരുന്നു കിടന്നിരുന്നത്. അതൊക്കെ കൂടിയതാണ് നമ്മൾ. അഴുക്ക് എന്നുള്ളത് മറ്റൊരു ദൃഷ്ടി മാത്രമാണ്. എന്തായാലും ഒരു പ്രാകൃത ശിശുവിനെ പോലെ അല്ല ഭഗവാന്റെ അവതാരം എന്ന് സൂചിപ്പിക്കുന്നതാണ്. തം അത്ഭുതം ബാലകം, അത്ഭുത ബാലകനായിട്ടാണ്, തേജസ്വരൂപനായിട്ടാണ് ഭഗവാൻ അവിടെ അവതരിച്ചത്. അവശതയോടുകൂടിയിട്ടല്ല, അഴുക്കോടുകൂടിയിട്ടല്ല, യാതൊരു കളങ്കവുമില്ലാതെ അംബുജേക്ഷണനായി താമരക്കണ്ണനായി. ആ ഭഗവാന്റെ കണ്ണുകൾ കാണുന്ന വസുദേവർക്കും ദേവകിക്കും അപ്പൊ തന്നെ എല്ലാ ഭയവും പോകുന്നു, എല്ലാ ദുഃഖവും മറക്കുന്നു. അവര് ആശ്വാസം നൽകുന്നതാണ് ആ ഭഗവാന്റെ കണ്ണുകൾ. ആ കണ്ണിന്റെ കടാക്ഷമാത്രം കൊണ്ട് തന്നെ സകല സന്താപങ്ങളെയും സംഹരിക്കുന്നതാണ് ആ ഭഗവാന്റെ കണ്ണിന്റെ ദർശനം. അങ്ങനെയുള്ള അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം. ആ ചതുർബാഹു, പ്രാകൃത ശിശുക്കളൊന്നും ചതുർബാഹുക്കളായി ജനിക്കില്ല.
അല്ലേ? നമ്മളൊക്കെ രണ്ട് കൈകളോടുകൂടി ജനിക്കുന്നു അവശന്മാരായിട്ട്. ആ രണ്ട് കൈകൾ പോലും അപ്പോ ജനിക്കുമ്പോൾ നമുക്ക് ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഒന്നും പിടിക്കാൻ പോലും ആയിട്ടുള്ള ശക്തിയില്ല. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. ഈ ലോകത്തെ തന്നെ താനാണ് ധരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന 4 കാര്യങ്ങൾ 4 കൈകളിൽ ധരിച്ചിരിക്കുന്നു. പഞ്ചഭൂതങ്ങളുടെ പ്രതീകാത്മകമായിട്ടുള്ള ശംഖം, ചക്രം, ഗദ, പദ്മം. ഇവയെ താനാണ് വിശ്വാധാരൻ, ഈ വിശ്വത്തെ ധരിക്കുന്നത് താനാണ് എന്ന് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ലക്ഷണമാണ്. അതുപോലെ 4 കൈകൾ എന്നുള്ളത് 4 ദിക്കുകളെ സൂചിപ്പിക്കുന്നു. 4 ദിക്കുകളും എന്റെ അധീനതയിലാണ്, എന്റെ ആജ്ഞയ്ക്ക് വശത്താണ്. ഈ 4 ദിക്കിലുള്ള ഏത് കാര്യങ്ങളും എനിക്ക് കയ്യെത്തും. 4 അല്ല 8 വേണോ 16 വേണോ, എത്ര കൈകൾ വേണമെങ്കിൽ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. ഞാൻ സഹസ്രാക്ഷനും സഹസ്രശീർഷാവും സഹസ്രപാത്തും, അല്ലേ? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം എന്ന് പറയുന്ന ആയിരക്കണക്കിന് ശിരസ്സുകളും ആയിരക്കണക്കിന് പാദങ്ങളും ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് കൈകളുമുള്ളവനാണ്. എവിടെയും കയ്യെത്തുന്നവനാണ്. ഭഗവാന്റെ കയ്യിന് നീളക്കുറവൊന്നുമില്ല, എത്താത്ത സ്ഥാനങ്ങളില്ല. വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് ഭഗവാന്റെ കൈകൾ. നമ്മൾ എവിടുന്ന് ഏത് ആവശ്യത്തിനും ഏത് അപകടത്തിലും ഭഗവാനെ വിളിച്ചുകൊണ്ട് കൈനീട്ടിയാൽ ഭഗവാന് കയ്യെത്താതെ ഇല്ല. അവിടെയുണ്ട് കയ്യ്, വിളിപ്പുറത്തുണ്ട് കൈ. നമ്മളൊന്ന് നീട്ടുകയേ വേണ്ടൂ, ഭഗവാനെ വിളിക്കുകയേ വേണ്ടൂ, കൈ പിടിച്ചിരിക്കും ഭഗവാൻ. നമ്മൾ അങ്ങോട്ട് നീട്ടാത്ത കുഴപ്പമേ ഉള്ളൂ. എപ്പോ നീട്ടി എന്ന് ചോദിച്ചാൽ മതി, അപ്പോ ഭഗവാൻ പിടിച്ചിരിക്കും. അപ്പൊ അങ്ങനെ എല്ലായിടത്തും തന്റെ ആജ്ഞാശക്തിയുണ്ട്, തന്റെ കൈകൾ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെയാണ് ആശ്രയിക്കേണ്ടത്, അല്ലാതെ പ്രാകൃതന്മാരായ ചെറിയ 2 കൈകൾ മാത്രമുള്ള ആളുകളെ അല്ല ആശ്രയിക്കേണ്ടത്. ഈശ്വരനെ ആശ്രയിക്കൂ, എന്നിലേക്ക് വരൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്റെ ശക്തങ്ങളായിട്ടുള്ള 4 കൈകളെ പ്രകടിപ്പിക്കുന്നു. അതിൽ വിശ്വത്തെ മുഴുവൻ ധരിക്കുന്നതിന്റെ സൂചകങ്ങളായിട്ട് ആകാശ സൂചകമായി പത്മവും, അതുപോലെ തന്നെ അല്ലെ ആകാശ തത്വമാണ് താമര അല്ലെങ്കിൽ പുഷ്പം. പുഷ്കരം എന്ന് പര്യായ ശബ്ദങ്ങൾ രണ്ടിനുമുണ്ട്. ആകാശത്തിനും പുഷ്കരം എന്ന് ശബ്ദം, താമരയ്ക്കും പുഷ്കരം എന്ന് ശബ്ദം. രണ്ടും തത്വം ഒന്നാണ്, ആകാശ തത്വം തന്നെയാണ് പുഷ്പം. നമ്മൾ പൂജയിൽ ഉപയോഗിക്കുമ്പോൾ പുഷ്പം ആകാശാത്മന പുഷ്പം കൽപ്പയാമി, ആകാശ തത്വമായിട്ടാണ് പുഷ്പം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആകാശ തത്വമായിട്ടുള്ള ചെവിയിലേക്ക് പുഷ്പത്തെ വെക്കുന്നത്. ആകാശത്തിലാണ് ശബ്ദം, ശബ്ദത്തെ ഗ്രഹിക്കുന്നത് ശ്രോത്രേന്ദ്രിയമാണ്, ചെവിയാണ്. അതുകൊണ്ട് ആ ആകാശ തത്വത്തെ ചെവിയിലാണ് ധരിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നും പൂജ കഴിയുമ്പോൾ പുഷ്പമെടുത്ത് ചെവിയിലേക്ക് വെക്കുന്നത്. അതുപോലെ ഭഗവാന്റെ മറ്റു കൈകളിൽ ശംഖം, ചക്രം, ഗദ. ആ ശംഖം ജലതത്വമാണ്, നാദബ്രഹ്മമായിട്ടുള്ള ജലത്തിൽ നിന്നുണ്ടായിട്ടുള്ള ജലജമായ ആ ശംഖം ജലതത്വമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ആ ചക്രം അഗ്നിതത്വമാണ്, സുദർശനമാണ്. അഗ്നിയിലൂടെയാണ് നമ്മൾ എല്ലാ കാഴ്ചകളും കാണുന്നത്. അഗ്നിയുള്ളപ്പോഴേ രൂപം ഉള്ളൂ. അഗ്നിയാണ് രൂപങ്ങൾക്ക് ആധാരം. അപ്പോൾ കാഴ്ചകളെല്ലാം അഗ്നിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ അഗ്നിതത്വമാണ് സുദർശനം. അതുപോലെ തന്നെ ഭഗവാന്റെ കയ്യിലെ കൗമോദകി എന്ന് പറഞ്ഞാൽ ഭൂമിയെ സന്തോഷിപ്പിക്കുന്നത്. കുമ്മോദയതീതി കൗമോദകി, ഭൂമിയിലുള്ള ദുഷ്ടജനങ്ങളെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ഭൂമിക്ക് ആഹ്ലാദം നൽകുന്നതാണ് കൗമോദകി എന്ന ആ ഭഗവാന്റെ ഗദ. അത് പൃഥ്വീതത്വം തന്നെയാണ്, ഭൂമിതത്വം തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രപഞ്ച തത്വങ്ങളെ ഭഗവാൻ തന്റെ കയ്യിൽ ധരിച്ചുകൊണ്ട് ഭഗവാന്റെ വനമാലയിലൂടെയും കൗസ്തുഭത്തിലൂടെയും എല്ലാം പല തത്വങ്ങളെ ധരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ തന്നെ തന്നിലാണ് ധരിക്കുന്നത്. വിശ്വാധാരനാണ്, വിശ്വാകാരനാണ് എന്നിങ്ങനെ നമ്മൾ സ്തുതിക്കുന്ന ആ വിശ്വമൂർത്തിയായ ആ ഭഗവാനായിട്ടാണ്, അത്ഭുത ബാലകനായിട്ടാണ് ഇവിടെ ദർശനം. അല്ലാതെ സാധാരണ പ്രാകൃത ശിശുവായിട്ട് കരഞ്ഞുകൊണ്ടുള്ള ദർശനമല്ല. ശ്രീവത്സ ലക്ഷ്മം, ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ആ ലക്ഷണത്തോടുകൂടി, ലക്ഷ്മം എന്നാൽ ലക്ഷണം,
അപ്പൊ തന്റെ പ്രത്യേകമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ലക്ഷണമാണ്, മാർക്കാണ് ശ്രീവത്സം. സ്ത്രീയോട് കാണിക്കുന്ന വാത്സല്യത്തിന്റെ പ്രതീകം. മഹാലക്ഷ്മി തന്റെ മാറത്ത് തന്നെ സ്ഥിരമായിട്ട് വസിക്കുന്നു. അംഗാ സംഗാ സദാ ശ്രീ എന്ന് സൂചിപ്പിക്കുന്നു. ബ്രാഹ്മണോത്തമനായിട്ടുള്ള ആ ഭൃഗു മഹർഷിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായതാണ് എന്റെ മാറിടം. ഞാൻ ബ്രാഹ്മണരെ ഇങ്ങനെ ബഹുമാനിക്കുന്നു, ഞാൻ ബ്രഹ്മണ്യനാണ് എന്നിങ്ങനെ സൂചിപ്പിക്കുന്നു. ഭക്തവാത്സല്യത്തെ സൂചിപ്പിക്കുന്നു. അതൊക്കെയാണ് ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ലക്ഷണം. ഗളശോഭി കൗസ്തുഭം, ഭഗവാന്റെ കണ്ടത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭം എന്ന രത്നം, അത് ജീവതത്വമാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളോട് ഭഗവാനുള്ള പ്രേമത്തെ കാണിച്ചു തരികയാണ്. നിങ്ങളൊക്കെ എന്നോട് ചേരേണ്ടവരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തത്വമസി മഹാവാക്യത്തിന്റെ പ്രതീകമായിട്ട് ഭഗവാൻ തന്റെ കണ്ടത്തിൽ ധരിച്ചിരിക്കുന്ന നമ്മളോടുള്ള അനുരാഗത്തിന്റെ സൂചന കൂടിയാണ് ആ കൗസ്തുഭരത്നത്തിന്റെ ചുവപ്പ്. റൂബിയാണ് അല്ലെ, ചുവന്ന പത്മരാഗരത്നമാണ് കൗസ്തുഭം. നമ്മളോടുള്ള രാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളോട് എനിക്ക് എത്ര പ്രേമമുണ്ട്, നിങ്ങളൊക്കെ എനിക്ക് എത്ര പ്രിയപ്പെട്ടവരാണ് എന്ന് ഓരോ ജീവനെയും ഓർമ്മിപ്പിക്കുന്ന തത്വമാണ് ഗളശോഭി കൗസ്തുഭം. നമ്മൾ പാലാഴി മദന സമയത്ത് അത് സൂചിപ്പിച്ചിരുന്നു. പാലാഴി മദനത്തിൽ പൊങ്ങിവന്ന സകല വസ്തുക്കളും മറ്റുള്ളവരൊക്കെ സ്വന്തമാക്കിയപ്പോൾ കൗസ്തുഭം മാത്രം എനിക്ക് വേണം എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്തതാണ് ഭഗവാൻ. കാരണം അത് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ജീവതത്വം ഭഗവാനിൽ ചേരേണ്ടതാണ്, ഭഗവാന് സ്വന്തമാണ്. അസത്തായ ഈ പ്രപഞ്ചത്തിലേക്ക് ചേരേണ്ടതല്ല, പ്രകൃതിയോട് ചേരേണ്ടതല്ല. ഭഗവാന്റെ തന്നെ അംശമാണ് ഈ ജീവതത്വം എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഗളശോഭി കൗസ്തുഭം. പീതാംബരം സാന്ദ്ര പയോധ സൗഭകം, ഭഗവാന്റെ ആ വസ്ത്രം പീതാംബരം, സൂര്യകിരണങ്ങൾ ഉദയസൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഭഗവാന്റെ മഞ്ഞപ്പട്ട്. അതുപോലെ ഘനീഭവിച്ച മേഘം പോലെ, സാന്ദ്രപയോധം പോലെ സൗഭകം, അതിമനോഹരമായിരിക്കുന്ന മൂർത്തി. മഹാർഹ വൈഡൂര്യ കിരീട കുണ്ടല തുഷാ പരിഷ്വക്ത സഹസ്ര കുന്തളം, വിലമതിക്കാനാവാത്ത വൈഡൂര്യങ്ങൾ പതിച്ച കിരീടവും ഭഗവാന്റെ കർണത്തിലെ കുണ്ടലങ്ങളുടെയും തുഷ, അതിന്റെ ശോഭ കൊണ്ട്, അതിന്റെ കാന്തി കൊണ്ട്, സഹസ്ര കുന്തളങ്ങളും പരിഷ്വക്തം, ഭഗവാന്റെ ശിരസിലെ തലമുടികളെല്ലാം ആ ഇതിന്റെ രത്നങ്ങളുടെ റേഡിയേഷൻ കാണപ്പെടുന്നു, മിന്നിത്തിളങ്ങുന്നു എന്നർത്ഥം, പ്രകാശിപ്പിക്കപ്പെടുന്നു. അങ്ങനെയുള്ള കുന്തളങ്ങളോട് കൂടിയവനും ഉദാമ കാഞ്ചങ്കത കങ്കണാദി ബിർവിരോചമാനം, ഉദാമം ഉത്കൃഷ്ടമായത്, വിലമതിക്കാനാവാത്ത ആ രത്നങ്ങളും സ്വർണവും കൊണ്ടുള്ള കാഞ്ചി, അരഞ്ഞാണം, അങ്കദം ഭഗവാന്റെ തോൾവള, കങ്കണം ഭഗവാന്റെ കൈവള, ഇങ്ങനെയുള്ള അനേക ആഭരണങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ആദിഭിഹി വിരോചമാനം, ശോഭിക്കുന്നവനായിട്ടുള്ള ആ ഭഗവാനെ വസുദേവ, ആ വസുദേവൻ, അന്ധക്കരണ ശുദ്ധിയുള്ള സത്വഗുണപ്രധാനിയായിരിക്കുന്ന ആ മഹാത്മാവ്, ഭഗവാനെ പുത്രനായി ജനിക്കാൻ ഭാഗ്യം ചെയ്ത, പൂർവ്വപുണ്യം ചെയ്തതായിട്ടുള്ള ആ കഥയൊക്കെ ഇനി ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നുണ്ട്. പൂർവജന്മത്തില് സുതപസ് എന്ന പേരുള്ളൊരു ബ്രാഹ്മണനായിരുന്നു. ദേവകി പൃശ്നി എന്ന് പറയുന്ന അമ്മയായിരുന്നു. ആ പൃശ്നിയും സുതപസ്സും കൂടി ഭഗവാനെ കഠിനമായി തപസ്സനുഷ്ഠിച്ചതിന്റെ ഫലമാണ് 3 ജന്മങ്ങളിൽ ഭഗവാനെ പുത്രനായിട്ട് ലഭിച്ചത്. വൃഷ്ണിഗർഭനായിട്ടും വാമനനായിട്ടും ഇപ്പതാ ശ്രീകൃഷ്ണനായിട്ടും ഇതേ അച്ഛനമ്മമാർക്ക് മകനായിട്ട് ഭഗവാൻ അവതരിച്ചു. അപ്പൊ അത് സൂചിപ്പിക്കാൻ കൂടിയിട്ടാണ് വസുദേവൻ കണ്ടു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാന്റെ ആ സൗന്ദര്യധാമമായിരിക്കുന്ന, സൗന്ദര്യോത്തരതോപി സുന്ദരതരമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ നമ്മളെല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക. എപ്പോഴും ഉണ്ടാവട്ടെ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ. കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപം കാണാറാവണം. കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണാനുള്ള ആ വീക്ഷണം നമുക്ക് ഉണ്ടായി വരട്ടെ. സർവാത്മഭാവം, സർവം വിഷ്ണുമയം ജഗത് എന്നുള്ള ഭാവം നമുക്കുണ്ടായി വരട്ടെ. ഇത് നിരന്തരം പറയുകയും ചിന്തിക്കുകയും ചെയ്താലേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് പറയാതിരുന്നാൽ ഇത് മറന്നുപോകും. പിന്നെ നമ്മൾ നാനാത്വം കണ്ട് ഭ്രമിച്ച്
രാഗദ്വേഷങ്ങളോടുകൂടി എപ്പോഴും ആളുകളോട് ശണ്ട കൂടിക്കൊണ്ടിരിക്കും, എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കും. അത് മാറണമെങ്കിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് മറന്നാൽ നമ്മൾ മായയിൽ മുങ്ങി വേണ്ടാത്തതൊക്കെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും മറ്റുള്ളവരോട് വേണ്ടാത്തതൊക്കെ പറഞ്ഞ് അവരെയും വേദനിപ്പിക്കുകയും ചെയ്യും. ആരെയും വേദനിപ്പിക്കാൻ തോന്നാതിരിക്കട്ടെ, വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ തോന്നാതിരിക്കട്ടെ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവാതിരിക്കട്ടെ. എല്ലായിടത്തും ഭഗവാനെ കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ കാണുന്നവരെയാണ് ഭഗവാന് ഏറ്റവും പ്രിയം. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് ഭഗവാൻ ഗീതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആരാണോ എന്നെ തന്നെ എല്ലാറ്റിലും കാണുന്നത്, സർവം വാസുദേവ ഇതി, സർവവും വാസുദേവനാണെന്ന് ആര് കാണുന്നുവോ സ മഹാത്മാ, അവൻ മഹാത്മാവാകുന്നു. സഹ ദുർലഭ, അങ്ങനെ ഒരാൾ ഈ ലോകത്തില് ദുർലഭനാണ്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാംവേത്തി തത്വതഃ. ഈ ലോകത്തിലുള്ള മനുഷ്യന്മാര് കോടിക്കണക്കിനുണ്ട്. അവരിൽ ഏതോ ഒന്നോ രണ്ടോ ആളുകളാണ് ഭഗവാനെ അറിയാനായിട്ട് പരിശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്നവരും ഭഗവാനെ ശരിയായ രീതിയിൽ അറിയുന്നവർ വളരെ ചുരുക്കം. അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള ആളുകളിൽ ഒരാളായിട്ട് നമുക്കും ഭവിക്കാൻ കഴിയട്ടെ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശങ്കഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്വിഷാ പരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗതകങ്കണാദിഭിർവിരോചമാനം വസുദേവ ഐക്ഷത. സവിസ്മയോദ്ഭുല്ലവിലോചനോ ഹരിം സുതം വിലോക്യാനഗദുന്ദുഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശന്മുദാ ദ്വിജേഭ്യോയുധമാപ്ലുതോ ഗവാം. സവിസ്മയോദ്ഭുല്ലവിലോചനോ ഹരിം സുതം വിലോക്യാനഗദുന്ദുഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശത് മുദാ ദ്വിജേഭ്യോയുധമാപ്ലുതോ ഗവാം. സഹ വിസ്മയോദ്ഭുല്ലവിലോചനഃ ആനകദുന്ദുഭിഃ. സഹ ആനകദുന്ദുഭിഃ. ആ ആനകദുന്ദുഭി, ആനകദുന്ദുഭി എന്ന് സൂചിപ്പിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെ, അദ്ദേഹത്തിന്റെ പുണ്യത്തെ സൂചിപ്പിക്കാനാണ്. ഏതൊരു വസുദേവരുടെ ജന്മസമയത്ത് ദേവന്മാർ ആനകദുന്ദുഭി വാദ്യങ്ങളെ ഘോഷിച്ചുവോ, എന്തുകൊണ്ട്? അദ്ദേഹം ഭാഗ്യവാനാണ്, സുകൃതിയാണ്, പുണ്യാത്മാവാണ്, ഭഗവാനെ തന്നെ പുത്രനായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാഗ്യവാനായ ആ ആനകദുന്ദുഭി, പുണ്യാത്മാവായ ആ ആനകദുന്ദുഭി വിസ്മയോദ്ഭുല്ല വിലോചന, വിസ്മയം കൊണ്ട് ഉദ്ഭുല്ലമായ വിലോചനത്തോടു കൂടിയവനായിട്ട്, ആശ്ചര്യഭരിതനായി കണ്ണുകൾ തള്ളിക്കൊണ്ട്, കണ്ണുകൾ വികസിച്ചവനായിട്ട്. ഉദ്ഭുല്ലം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വികസിച്ചത്. പൂക്കളെ വികസിക്കുന്നതിനാണ് ഉദ്ഭുല്ലം എന്ന് പറയുക. ബുല്ലാരവിന്ദായത പത്രനേത്ര, വ്യാസനെ സംബോധന ചെയ്യുന്നില്ലേ? വികസിച്ചതായിട്ടുള്ള വലിയ ആയതമായിട്ടുള്ള ആ പത്മത്തിന്റെ പത്രം പോലെ നേത്രമുള്ളവനേ. ബുല്ലാരവിന്ദം വികസിച്ച താമര. അപ്പൊ അതുപോലെ ഇവിടെ ഉദ്ഭുല്ല വിലോചന, നല്ലതുപോലെ വികസിച്ച കണ്ണോടുകൂടിയവനായിട്ട്. വിസ്മയം കൊണ്ടാണ് ഇവിടെ വികസിച്ചത് കണ്ണ്. കാരണം ഒരു പ്രാകൃത ശിശുവായിട്ടല്ല ഭഗവാൻ വന്നത്, അത്ഭുത ശിശുവായിട്ടാണ്, സൗന്ദര്യധാമമായിട്ടാണ്. അല്ലെ, കാന്തിമത്തുക്കളിലൊക്കെ വെച്ച് കാന്തിമത്തായിരിക്കുന്ന, മംഗളവസ്തുക്കളിൽ വെച്ചൊക്കെ മംഗളമായിരിക്കുന്ന, അത്യാകർഷണമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ കണ്ട് തന്റെ ഭാഗ്യത്തെക്കുറിച്ചും
ഇങ്ങനെ ഭഗവാനെ ദർശിക്കാൻ കിട്ടിയ ആ സൗഭാഗ്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം ആശ്ചര്യഭരിതനായി. ഞാൻ എന്ത് പുണ്യം ചെയ്തു എന്നൊക്കെ സ്വയം ചിന്തിച്ചു കാണും. അങ്ങനെ വിസ്മയോദ്ഭുല്ല വിലോചന ഹരിം സുതം വിലോക്യ, ഹരിം സുതം വിലോക്യ, ഹരിയെ സുതനായി കണ്ടിട്ട്, തന്റെ സുതഭാവത്തിൽ തന്റെ പുത്രനായിട്ട് ആര് വന്നിരിക്കണു? സാക്ഷാൽ ലോകത്തിന്റെ മുഴുവൻ ദുഃഖങ്ങളെ ഹരിക്കുന്നവനായ ഹരി. എല്ലാ പാപങ്ങളെയും എല്ലാ അജ്ഞാനത്തെയും എല്ലാ ദുഷ്ടന്മാരെയും എല്ലാം ഹരിക്കുന്നവനായ ഹരിയാണ്, ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് തന്റെ പുത്രനായിട്ട് വന്നിരിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം ആശ്ചര്യഭരിതനായത്. കാരണം ഭഗവാൻ പ്രകടമാക്കി കൊടുത്തു, സംശയരഹിതമാക്കി കൊടുത്തു. ചതുർബാഹുവായി ശംഖചക്ര ഗദാധാരനായി ഭഗവാൻ ആ നീലമേഘ ശ്യാമള വർണ്ണനായി പീതാംബരധാരിയായി കിരീടാദി ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ആ ലക്ഷണം കാണിച്ചു കൊടുത്തു. അപ്പൊ താൻ മുമ്പെല്ലാം മനസ്സിൽ ധ്യാനിച്ചിട്ടുള്ളതായിട്ടുള്ള, മുമ്പൊരിക്കൽ തന്റെ ജന്മത്തിൽ കണ്ടിട്ടുമുണ്ട്. ഭഗവാൻ പ്രശ്നിഗർഭനായി അവതരിച്ചപ്പോ സുതപസ്സിനെ നേരിൽ കണ്ടതാണ്. അപ്പൊ അങ്ങനെ പൂർവം അല്ലെങ്കിൽ കശ്യപനായിരിക്കുമ്പോഴും കണ്ടു കാണും. എന്തായാലും ഭഗവാനെ മുമ്പ് കണ്ടിട്ടുള്ള ആ ഓർമ്മ, പൂർവജന്മങ്ങളിൽ കണ്ടതായിട്ടുള്ള ഓർമ്മ അദ്ദേഹത്തിന്റെ ഉള്ളില് നല്ലതുപോലെ തെളിഞ്ഞു വന്നു കാണും. അങ്ങനെയുള്ള ആ ഹരിം സുതം വിലോക്യ, ഹരിയെ തന്നെ പുത്രനായി കണ്ടിട്ട് തദ്വാ, അപ്പോൾ ആ സമയത്ത് കൃഷ്ണാവതാരോത്സവ സംഭ്രമോ അസ്പൃശത് മുദാ ദ്വിജേഭ്യോ അയുതം ആപ്ലുതോ ഗവ. കൃഷ്ണാവതാര ഉത്സവ സംഭ്രമ, അദ്ദേഹം എന്ത് ബാധിച്ചു അദ്ദേഹത്തിനെ? കൃഷ്ണാവതാര ഉത്സവം. ഭഗവാൻ അവതരിച്ചത് കൊണ്ട് ഉത്സവമുണ്ടായി. ഉത്സവം എന്ന് പറഞ്ഞാല് സന്തോഷത്തിന്റെ നിറഞ്ഞു കവിയലാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഹ്ലാദം നിറഞ്ഞു കവിയാണ്, നുരഞ്ഞു പൊങ്ങുകയാണ്. അങ്ങനെയുള്ള ഉത്സവം കൊണ്ടുള്ള സംഭ്രമം. നമ്മളുമൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ ബുദ്ധി തന്നെ മങ്ങിപ്പോകും, ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. ആ ഒരു എക്സൈറ്റ്മെന്റില്, ആവേശത്തിൽ നമ്മൾ അങ്ങനെ മുഴുകിയിരിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെയാ പറയുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ ശാന്തരായിരുന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ പറയുക. എക്സൈറ്റഡ് ആയിരിക്കുന്ന അവസ്ഥ, അതാണ് കൃഷ്ണാവതാര ഉത്സവ സംഭ്രമ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് പറ്റി? അദ്ദേഹം താൻ കാരാഗ്രഹത്തിലാണെന്നുള്ള ചിന്തയൊക്കെ മറന്നു. അദ്ദേഹം പശുക്കള് ദാനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അപ്പൊ തന്നെ 10,000 പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തു എന്നാണ്. എങ്ങനെ? അത് അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടാണ് ദാനം ചെയ്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ശരിക്കും ചെയ്തതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതാണ് അസ്പൃശത് മുദാ ദ്വിജേഭ്യോ അയുതം ആപ്ലുതോ ഗവാം. ഗവാം അയുതം, ഗവാം എന്ന് പറഞ്ഞാൽ പശുക്കളുടെ അയുതം 10,000. അപ്പൊ പശുക്കളുടെ 10,000-ത്തെ അസ്പൃശത് മുദ, മുദ അസ്പൃശത്, മുദ മോദപൂർവം സന്തോഷപൂർവം സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ദാനം ചെയ്തു എന്നാണ് അർത്ഥം. സ്പർശിക്കുക എന്നുള്ളതിന് പല അർത്ഥങ്ങളാണ് പല സന്ദർഭങ്ങളിൽ. ഇപ്പൊ വെള്ളത്തെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ തൊടുകയല്ല, കൈയും കാലും മുഖവും കഴുകുന്നതിനും കുളിക്കുന്നതിനും ഒക്കെ സ്പർശിക്കുക എന്ന് തന്നെ പറയുക. അതുപോലെ ഭക്ഷണത്തെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ പശുക്കളെ കൊടുത്തു എന്ന് അർത്ഥം, ദാനം കൊടുത്തു എന്നുള്ളതിനാണ് സ്പർശിക്കുക എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ സ്പർശിക്കുന്നേ ഉള്ളൂ, നിമിത്ത മാത്രമാണ് നമ്മൾ, അല്ലേ? ഏത് കാര്യവും നമ്മൾ സ്പർശിക്കുന്നു, നമ്മളൊരു നിമിത്ത മാത്രമായിട്ട് പ്രവർത്തിക്കുന്നു. വാസ്തവത്തിൽ ആരാ കൊടുക്കുന്നത്, ആരാ എല്ലാം ചെയ്യുന്നത്? ഭഗവാനാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് പോലെ ഭാവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വെറും സ്പർശനമേ ഉള്ളൂ. നമ്മുടെ ശരീരം കൊണ്ടൊന്ന് സ്പർശിക്കുന്നു. നമുക്ക് കൊടുക്കാൻ തന്നിട്ടുള്ളതും ഭഗവാനാണ്, സ്വീകരിക്കുന്നതും ഭഗവാനാണ്. നമ്മൾ ഇടനിലക്കാരനായിട്ടൊന്നിങ്ങനെ എടുത്ത് കൊടുക്കുന്ന പോലെ ഭാവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പർശിക്കുക എന്ന് മതി, ധാരാളം മതി, നിമിത്ത മാത്രമാണ്. നമ്മളും എപ്പോഴും വിചാരിക്കുക ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കേണ്ട, ഞാൻ സ്പർശിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും പലതും തരുമ്പോൾ സ്പർശിച്ചാലും മതി, ഞാൻ സ്വീകരിച്ചു എന്ന് അവരോട് പറയുക. എന്നിട്ട് അത് അവരോട് തന്നെ എടുത്തോളാൻ പറയുക. ഞാൻ സ്വീകരിച്ചിരിക്കണു, മനസ്സാ സ്വീകരിച്ചിരിക്കണു, നിങ്ങളുടെ അംഗീകാരത്തെ ഞാൻ ഏറ്റിരിക്കുന്നു, നിങ്ങളുടെ ബഹുമാനത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഇനി എനിക്കിത് ആവശ്യമില്ല.
ഇന്നലെ വൈകുന്നേരം ഒരു പരിപാടിക്ക് പോയത് പാലക്കാട് കോങ്ങാട് കേരളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കള്ളപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള 2 ക്ഷേത്രങ്ങൾ, മഹാദേവനും മഹാവിഷ്ണുവും. അപ്പോൾ ആ ക്ഷേത്രത്തിലെ പൂജകൻ മേൽശാന്തി വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം 10-30 കൊല്ലമായിട്ട് അവിടെ തന്നെ പൂജിച്ചുകൊണ്ട് ആ നാട്ടിലെ വലിയ ആളുകൾക്കൊക്കെ പ്രീതി ഉള്ള ആള്. അദ്ദേഹം എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാള്. അപ്പോൾ അദ്ദേഹം സ്വയമേവ വിരമിക്കുകയാണ്. എനിക്ക് ഇത്ര കാലമേ ഞാൻ ജോലി എടുക്കുള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ തീരുമാനിച്ച് വിരമിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനൊരു യാത്രയേപ്പ് വെങ്കടേശ്വരം എന്ന് പേരിട്ടു. അദ്ദേഹത്തിന്റെ പേര് വെങ്കടേശ്വരനാണ്, വെങ്കടേശ്വര ആദരം എന്ന്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സുവർണ മുദ്ര എന്നുവെച്ചാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ പതിച്ചിട്ടുള്ള വലിയൊരു ലോക്കറ്റ്, അത് ചാർത്തി കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അപ്പൊ അതിന് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ അത് ചാർത്തി കൊടുത്തു. പക്ഷെ ആ മഹാത്മാവ് തന്റെ മറുപടി പ്രസംഗത്തില് അത് പറഞ്ഞു, ഇത് ഗുരുവായൂരപ്പൻ ഇവിടെയുള്ള മഹാവിഷ്ണുവിന്റെ മാറത്ത് ചാർത്താനുള്ളതാണ് എന്ന് പറഞ്ഞ് അപ്പം തന്നെ അതിനെ അഴിച്ച് ക്ഷേത്രം പ്രസിഡന്റിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. എത്ര വിശാല മനസ്കനാണ്, എത്ര ധന്യാത്മാവാണ് അദ്ദേഹം, എത്ര ഭക്തിയുള്ള ആളാണ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നല്ല തൂക്കമുണ്ട്. എത്ര ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. 1 പവൻ മിനിമം ഉണ്ടാവും. അത്രയുള്ള വലിയൊരു ലോക്കറ്റ് അദ്ദേഹത്തിന് ഞാൻ ചാർത്തി കൊടുത്തത് മുദ്ര അദ്ദേഹം അപ്പം തന്നെ എടുത്ത് ക്ഷേത്രം പ്രസിഡന്റിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, ഇത് ഭഗവാന്റെ മാറത്ത് എന്നും കാണണം, എന്റെ ഒരു സന്തോഷത്തിനായിക്കൊണ്ട് നിങ്ങൾ തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പക്ഷെ ഇത് ഭഗവാന്റേതാണ്, അത് ഭഗവാന്റെ കഴുത്തിൽ തന്നെ തൂങ്ങട്ടെ എന്ന് പറഞ്ഞു. എന്ത് സന്തോഷമായി അവിടെയുള്ളവർക്കൊക്കെ. എത്ര എല്ലാവരും നിറഞ്ഞ് കണ്ണിന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. ആർക്കും അദ്ദേഹത്തെ വിടാൻ മനസ്സൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഏത് ആവശ്യത്തിനും മുമ്പിൽ ഉണ്ടാവും. പക്ഷെ ഈ ക്ഷേത്രം ശാന്തി എന്ന് പറഞ്ഞാൽ കാലുകെട്ടലാണല്ലോ. അദ്ദേഹത്തിന് എവിടെയും പോകാൻ സാധിക്കാറില്ല, ഒരു കാര്യവും നടക്കില്ല കുടുംബക്കാർക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ നല്ലൊരു ആയുസ് 30 വർഷം തന്നെ അതിനു വേണ്ടി സമർപ്പിച്ച ആളാണ്. അപ്പോൾ ധന്യനായിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത്. അദ്ദേഹം അതിനുശേഷവും മറ്റു പൂജകളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ മുട്ടുശാന്തിയായിട്ട് ഇവിടെ വരും, എല്ലാം ചെയ്യും. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി ആരും ചെയ്യില്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അദ്ദേഹം ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ നന്മ അത് കാണിക്കുകയാണ്. പറഞ്ഞത് സ്പർശിക്കുക എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അദ്ദേഹം സ്പർശിച്ചേ ഉള്ളൂ. അങ്ങനെ സ്പർശിക്കുക, നമ്മളൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ സ്പർശിക്കുന്ന മാത്രമേ ഉള്ളൂ, ഇതൊന്നും എന്റേതല്ല എന്ന് നമുക്ക് തോന്നട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഭഗവാൻ തന്നത് എന്റെ അനുഭവമാണ്. ഇവിടെ ഞാനിവിടെ ദിവസവും എന്ന് പറഞ്ഞമാതിരി 4ഉം 5ഉം ചില ദിവസം 8ഉം 10ഉം സന്യാസിമാര് വരും. ഇവിടെ പരദേശികൾ ഇങ്ങനെ അലിഞ്ഞു തിരിയുന്ന ആൾക്കാരാണ്. പലരും നല്ല സന്യാസിമാരൊന്നും അല്ല, പല ദുസ്വഭാവങ്ങളൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. എങ്കിലും അവർ ഇവിടെ വരുന്നത് ഒരു ഭക്ഷണം കിട്ടും, ചിലപ്പോൾ ഒരു ദിവസം തങ്ങും, അല്ലെങ്കിൽ ദക്ഷിണ വേണം. ഇവിടെ കൊടുക്കുന്നറിയാം, ഇവിടെ മാത്രമേ പാലക്കാട് കൊടുക്കുള്ളൂ എന്നും അറിയാം. അതുകൊണ്ട് ഇവിടെ വരും. എല്ലാവരും പരസ്പരം പറഞ്ഞ് ഇവിടെ ഒരുപാട് ആൾ കൂടി ദിവസവും 5ഉം 6ഉം 8ഉം 10ഉം ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഭഗവാൻ തന്നത് കൊടുക്കണം. ഒരാൾക്ക് 300 രൂപ വെച്ച് ഈ വരുന്നവർക്കൊക്കെ കൊടുക്കും. ഇതിപ്പോ ആരെനിക്ക് തന്നിട്ടാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ആരൊക്കെയോ തരണു, കൊടുക്കണു. ഞാൻ കൊടുത്ത് അവരങ്ങോട്ട് പോയിട്ടുണ്ടാവും, പിന്നാലെ വേറെ ആരെങ്കിലും വരും, എനിക്ക് തരാൻ വരും. ഇതാണ് അനുഭവമാണ്, ഭഗവാന്റെ നിശ്ചയമാണത്. നീ കൊടുക്കുക, ഞാൻ നിനക്ക് വേറെ തരാന്ന് പറയുന്നു. നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ട് ഇവിടെയുള്ള പലർക്കും അതിലൊക്കെ വിരോധം തോന്നും. ഇവിടെയുള്ള സ്റ്റാഫിനൊക്കെ എന്തിനാ ഈ വരുന്നവർക്കൊക്കെ കൊടുക്കണത് എന്നൊക്കെയുള്ള വിചാരമുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ നമുക്ക് പിന്നെയും കൊണ്ടുതരുന്നത്. കൊടുക്കാനായിട്ടാണ് തരുന്നത്. നമ്മുടെ ആവശ്യം നടന്നു പോകുന്നുണ്ട് ഇടയിൽ കൂടെ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ മുടങ്ങാതെ നടന്നു പോകുന്നുണ്ട്, ലക്ഷറി ആയിട്ട് നടന്നു പോകുന്നുണ്ട് എല്ലാ ആവശ്യങ്ങളും. അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ കൊണ്ടുതരുന്നു, ഭഗവാന് കൊടുക്കുന്നു. ആര് വന്നാലും നമ്മളിവിടെ നിരാശരാക്കി അയക്കാറില്ല.
പല സഹായങ്ങളും ചോദിച്ച് പലരും വരും. വലിയ സഹായങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ എല്ലാ വലുതിനെയൊന്നും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മളെ കൊണ്ടാവും പോലെ ചെറുതായിട്ട് നിരാശപ്പെടുത്താതെ അയക്കും. ഇതൊക്കെ അനുഭവമാണ്. അപ്പൊ സ്പർശിക്കുക എന്നുള്ളത് ഇവിടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഉറപ്പിക്കുക. ദാനം എന്നുള്ളത് വെറും ഒരു സ്പർശം മാത്രമാണ്. നമ്മുടെ കയ്യിലൂടെ ഒഴുകി പോകുന്നു. എവിടുന്നോ വരുന്നു, എവിടേക്കോ പോകുന്നു. എല്ലാം ഭഗവാനാണ്. ഭഗവാനിൽ നിന്ന് വന്ന് ഭഗവാനിലേക്കാണ് പോകുന്നത്. നിമിത്തമാത്രം. അതിൽ നമുക്കൊരു അഭിമാനമൊന്നും ആവശ്യമില്ല. ഞാൻ കൊടുക്കുന്നു എന്നില്ല. അതാണ് ഇവിടെ അസ്പൃശത എന്ന് പറഞ്ഞപ്പോ അത് സ്പർശിക്കുക എന്ന് പറയുന്നത് ദാനം കൊടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. സവിസ്മയോദ്ഭുല്ല വിലോചനോ ഹരിം സുതം വിലോക്യാനഗതുന്ദുബിസ്തദ കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശത് മുദാ ദ്വിജേഭ്യോയുതമപ്ലുതോ ഗവാം. അപ്പൊ മുദാ സന്തോഷത്തോടുകൂടി കൊടുക്കുന്നു. അയുതം ഗവാം അയുതം, 10,000-കണക്കിന് പശുക്കളെ ആർക്കായിക്കൊണ്ട്? ദ്വിജേഭ്യ ബ്രാഹ്മണർക്കായിക്കൊണ്ട്. ഉത്തമന്മാരായ ബ്രാഹ്മണരെ മനസ്സിൽ സങ്കല്പിച്ചു, അവർക്കായിക്കൊണ്ട് കൊടുത്തു. എങ്ങനെ? ആപ്ലുത. ഇവിടെ ആപ്ലുത എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. സ്വയം മുങ്ങിയവനായിട്ട്. ഇതില് മുദാ ആപ്ലുത, സന്തോഷത്തിൽ മുങ്ങിയവനായിട്ട്. മറ്റൊരർത്ഥത്തിൽ വേണമെങ്കിൽ അവിടെ പക്ഷെ വ്യാകരണം ശരിയാവില്ല. അതുകൊണ്ട് ആപ്ലുതഹ എന്നുള്ളത് അവനവനിലേക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. ആനകദുന്ദുബി ആപ്ലുതഹ, മുദാ ആപ്ലുതഹ ആനകദുന്ദുബി, മുങ്ങിയവനായിട്ട്. മറ്റൊരർത്ഥത്തില് പശുക്കളെ സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടി, വെള്ളി കൊണ്ട് കുളമ്പ് കെട്ടി, കഴുത്തില് സ്വർണമാലകളൊക്കെ ധരിച്ച്, പട്ടുവസ്ത്രം കൊണ്ടൊക്കെ അലങ്കരിച്ച്, മാലകളൊക്കെ ചാർത്തിയിട്ടാണ് പശുക്കളെ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആപ്ലുതങ്ങളായ പശുക്കളെ കൊടുത്തു എന്നും വേണമെങ്കിൽ അർത്ഥമെടുക്കാം. പക്ഷെ ഇവിടെ സ്വയം മുദാ ആപ്ലുത എന്നുള്ള പ്രയോഗമാണ് ഉത്തമം. സന്തോഷത്തിൽ മുങ്ങിയവനായിട്ട് പശുക്കളെ 10,000 പശുക്കളെ അദ്ദേഹം കൊടുത്തു. അപ്പോ ആ ഭഗവാന്റെ അവതാരം തന്റെ മുമ്പിൽ വന്ന് അവതരിച്ചത് അദ്ദേഹത്തെ എന്തെന്നില്ലാത്ത ആനന്ദ സമുദ്രത്തിൽ ആറാടിച്ചു. വല്ലാത്തൊരു പരിഭ്രമം അദ്ദേഹത്തിന്റെ ഉള്ളിൽ, പരവശത ഒക്കെ ഉണ്ടാക്കി. ഭക്തി പരവശനായി എന്ന് താല്പര്യം. അധൈനമസ്തൗദവധാര്യ പൂരുഷം പരം നതാംഗകൃതധീകൃതാഞ്ജലി സ്വരോജിഷാ ഭാരത സൂതികാഗൃഹം വിരോചയന്തം ഗതഭീഃ പ്രഭാവവിത്. അധൈനമസ്തൗദവധാര്യ പൂരുഷം പരം നതാംഗകൃതധീകൃതാഞ്ജലി സ്വരോജിഷാ ഭാരത സൂതികാഗൃഹം വിരോചയന്തം ഗതഭീഃ പ്രഭാവവിത്. അധ അനന്തരം ഏനം അസ്തൗദ്. ഏനം എന്ന് പറഞ്ഞാൽ ഇവനെ എന്നാണ്. ഇവനെ എന്ന് പറഞ്ഞാലോ തന്റെ മുമ്പിൽ നിൽക്കുന്നവനെ. തന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാ? പൂരുഷം. അപ്പൊ ഏനം പൂരുഷം, അവൻ ആരാണ്? പരം പൂരുഷം അവധാര്യ. ഏനം തന്റെ മുമ്പിൽ നിൽക്കുന്നവനെ പരം പൂരുഷം ഇതി അവധാര്യ, പരമപുരുഷനാണ് എന്ന് അവതരിച്ചിട്ട്, ബോധ്യം വന്നിട്ട്, നല്ല ബോധ്യമുണ്ട്, സംശയമൊന്നുമില്ല, കൺഫ്യൂഷനൊന്നുമില്ല. അതാണ് അവധാര്യ എന്ന് തന്നെ പറഞ്ഞത്. കാരണം ഇങ്ങനൊരു അവതരിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പരവശനായിട്ടല്ല വന്നത്, പ്രാകൃത ശിശുവായിട്ടല്ല വന്നത്, നല്ല സുന്ദരമൂർത്തിയായിട്ട്, ചതുർബാഹുവായിട്ട്, അത്ഭുതമൂർത്തിയായി തേജസ്വരൂപനായിട്ടാണ് വന്നത്. ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ധരിച്ചുകൊണ്ട്. അപ്പോ തീർച്ചയായിട്ടും നിസ്സംശയം അതാണ് അവധാര്യ. ആരാണിത്? പരംപൂരുഷം, പരമപുരുഷനാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണനാണ്. ഈ ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ്. എല്ലാവരുടെയും ഉള്ളിൽ പുരുഷനായി ശയിക്കുന്നവനാണ് എന്ന് ഏനം അവതാര്യ മുമ്പിൽ നിൽക്കുന്നവനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? പരം നതാംഗ, നല്ലതുപോലെ നതാംഗനായിട്ട്, അംഗം നമിച്ചവനായിട്ട്, ശരീരം വീണ് നമസ്കരിച്ചുകൊണ്ട്. അപ്പൊ മകനാണ് എന്നുള്ള ഭാവമൊന്നുമില്ല. മകനാണെങ്കിൽ നമസ്കരിക്കുവോ? അപ്പൊ മകനേ അല്ല, ഈശ്വരൻ തന്നെയാണ്, പരമപുരുഷൻ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നതാംഗ,
കൃതദീഹി ബുദ്ധി ഉറച്ചവനായിട്ട്, കൃതാഞ്ജലിഹി അഞ്ജലി കുപ്പിയവനായിട്ട്. അപ്പൊ മനസ്സുകൊണ്ട് ഉറച്ചു ഇത് പരമപുരുഷൻ തന്നെയാണ്. അങ്ങനെ ഭഗവാനെ വീണ് നമസ്കരിച്ചു, അഞ്ജലി കൂപ്പി. ഇനി എന്തൊക്കെയാണ് ഭഗവാൻ തന്നെയാണിത് എന്നുള്ളതിന് തെളിവ് സ്വരോജിഷ സൂതികാഗൃഹം വിരോചയന്തം. സ്വരോജിഷ സ്വന്തം രോജിസ്സുകൊണ്ട്, സ്വന്തം കാന്തി കൊണ്ട്, സ്വന്തം പ്രകാശം കൊണ്ട്. ഇപ്പൊ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്നതായിട്ടുള്ള ആ പ്രകാശ കിരണങ്ങൾ ചന്ദ്രനെ പോലെ ഉപമിച്ചില്ലേ, ആ കൃഷ്ണചന്ദ്രന്റെ ശരീരത്തിൽ നിന്ന് ആ സൂതികാഗൃഹത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. അതാണ് സ്വരോജിഷ സൂതികാഗൃഹം വിരോചയന്തം. ആ സൂതികാഗൃഹത്തെ, ആ കാരാഗൃഹത്തെ വിരോചയന്തം, വിശേഷേണ രോചയന്തം, നന്നായി പ്രകാശിപ്പിക്കുന്നവനായിട്ടുള്ള ആ ഭഗവാനെ കൃതാഞ്ജലിയായി, നതാംഗനായി, കൃതദീയായി അസ്തൗദ്. അസ്തൗദ് എന്ന് പറഞ്ഞാൽ സ്തുതി ചെയ്തു എന്നർത്ഥം. അസ്തൗദ്. അപ്പൊ ഇവിടെ ഗതബീഹി എന്ന് പറഞ്ഞു. ഗതബീഹി ഭയമില്ലാത്തവനായിട്ട്, ഭയം പോയവൻ. ഭീ ഗതം. എന്തുകൊണ്ട് ഭയമില്ല? ഈ നിൽക്കുന്നത് ആരാന്ന് നല്ല ബോധ്യമുണ്ട്. ഇനി കംസനോ കംസന്റെ ഭടന്മാരോ ഒന്നും വിചാരിച്ചാലും ഈ ഭഗവാന്റെ നിശ്ചയത്തെ മാറ്റിമറിക്കാൻ, ഈ ഭഗവാനാൽ രക്ഷിക്കപ്പെടുന്ന ഞങ്ങളെ തൊടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതായിട്ടുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് ഗതബീഹി. ഭഗവാനെ കണ്ടപ്പോ, തന്റെ ശരീരകാന്തി കൊണ്ട് കാരാഗൃഹത്തെ പ്രകാശിപ്പിക്കുന്ന ഭഗവാനെ കണ്ടപ്പോ എല്ലാ ഭയവും പോയി, ഭയമെല്ലാം അസ്തമിച്ചു. അപ്പൊ സ്തുതിക്കുമ്പോ ആ സ്തുതിയുടെ ശബ്ദം കേട്ട് ഭടന്മാർ ഓടി വരുമോ? പേടിയില്ല. ആരോടി വന്നാലും തൊടാൻ പറ്റില്ല ഈ ശക്തനായിട്ടുള്ള ഭഗവാൻ രക്ഷകനായിട്ട് തന്റെ മുമ്പിലുള്ളപ്പോ. പ്രഭാവവിത്ത്, ഭഗവാന്റെ പ്രഭാവത്തെ അറിയുന്നവൻ എന്നർത്ഥം. ഭഗവാന്റെ ശക്തിയും മാഹാത്മ്യവും എല്ലാം അറിയുന്നവനായിട്ടാണ് ഇവിടെ വസുദേവർ ഭഗവാനെ കാണുന്നതും ഭഗവാനെ സ്തുതിക്കുന്നതും. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സകല ഭയവും പോയി. അപ്പൊ ഇനി ശരിക്കും ഭഗവാന്റെ പ്രഭാവം അറിയുന്നതാണ്. ഈ ഇദ്ദേഹത്തിന്റെ സ്തുതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ സ്തുതി എത്ര ഗംഭീരമാണ്. അപ്പൊ വസുദേവർക്ക് ഇത്രയൊക്കെ അറിവുണ്ടായിരുന്നുവോ എന്ന് പലപ്പോഴും നമ്മൾ ശങ്കിച്ചു പോകും. ഇത്രയും അറിവാണ്. കുറെ കഴിയുമ്പോൾ അദ്ദേഹം ഒന്നും അറിയാത്ത ആളെയൊക്കെ പോലെ പെരുമാറുന്നത് കാണാം. ഒരു പ്രാകൃതനെ പോലെയൊക്കെ ചിലപ്പോൾ പെരുമാറുന്നത് കാണാം. എന്നാൽ ഇവിടെ ഭഗവാന്റെ ദർശന മാത്രയിൽ അദ്ദേഹത്തിന് എല്ലാ അറിവും വന്നു. നമ്മൾക്ക് ധ്രുവന്റെ കഥ അറിയാലോ. ഭഗവാനെ കണ്ടപ്പോ ഒന്നും അറിയാത്ത ബാലനായിട്ടുള്ള ധ്രുവന് സകല ശാസ്ത്രങ്ങളും ഉള്ളിൽ പ്രകാശിച്ചു. അതുപോലെ ഇവിടെ വസുദേവർ ഭഗവാന്റെ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ട് പ്രഭാവവിത്തായിട്ട്, ഭയരഹിതനായിട്ട് ഭഗവാനെ നമസ്കരിച്ച് തൊഴുകയോടുകൂടെ കൂപ്പി തൊഴുത് ഭഗവാനെ സ്തുതിച്ചു. അസ്തൗദ് അധ ഏനം അസ്തൗദ്. ഭഗവാനെ സ്തുതിച്ചു പരമപുരുഷനാണെന്ന് അറിഞ്ഞുകൊണ്ട്. അധൈനമസ്തൗദവധാര്യ പൂരുഷം പരം നതാംഗകൃതധീകൃതാഞ്ജലി സ്വരോജിഷ ഭാരത സൂതികാഗൃഹം വിരോചയന്തം ഗതഭീ പ്രഭാവവിത്. ഭാരത എന്നുള്ളത് പരീക്ഷത്തിനുള്ള സംബോധനയാണ്. അല്ലയോ പരീക്ഷത്തെ, അറിവിൽ രമിക്കുന്ന ഭാരതീയരുടെ പാരമ്പര്യത്തിൽ ജനിച്ചിട്ടുള്ളവനെ, അങ്ങും ഭാരതനാണ്, അങ്ങും അറിവുള്ളവനാണ്. ഇപ്പൊ ഇനി വസുദേവർ സ്തുതിക്കാൻ പോകുന്ന ആ അറിവ് അത് ഇദ്ദേഹത്തിന്റെ ഉള്ളിലും പ്രകാശിക്കണം. അപ്പൊ അതിന് നല്ല പേര് വിളിച്ചു, ഭാരത. നീയും ഇത് കേട്ട് ആനന്ദിക്കൂട്ടോ, ഈ ഭാസിൽ രമിക്കൂ, ഈ വസുദേവർ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ഈ വെളിച്ചത്തിൽ ഭഗവാന്റെ തത്വം അറിഞ്ഞുകൊണ്ട് സന്തോഷിക്കൂ എന്നുള്ള സൂചനയാണ് ഭാരത. അപ്പൊ ഇനി ആ വസുദേവരുടെ സ്തുതി 10 ശ്ലോകങ്ങളാണ്. ഗംഭീരമായിട്ടുള്ളതാണ്. ചെറുതാണെങ്കിലും വളരെ ഗംഭീരം. വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷഃ പ്രകൃതേഃ പരഃ കേവലാനുഭവാനന്ദസ്വരൂപഃ സർവബുദ്ധിദൃക്. വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷഃ പ്രകൃതേഃ പരഃ കേവലാനുഭവാനന്ദസ്വരൂപഃ സർവബുദ്ധിദൃക്. വസുദേവർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാനെ, ഭവാൻ വിദിതഃ അസി. ഭവാൻ അങ്ങ് വിദിതഃ അറിയപ്പെടുന്നവനായിരിക്കുന്നു, കാണപ്പെടുന്നവനായിരിക്കുന്നു. അസി ആരാൽ? മയ.
മയാ വിദിതഃ അസി ത്വം. ത്വം എന്നുള്ളതിന് ഭവാൻ എന്ന് പറഞ്ഞു. അങ്ങ് ഭവാൻ വിദിതഃ അസി. ഇപ്പൊ അങ്ങ് എന്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നു എന്ന് താല്പര്യം. അതാണ് സാക്ഷാത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സാക്ഷാത് വിദിതഃ ഹന്ത ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞതുപോലെ മമ ഭാഗ്യം അഹോ ഭാഗ്യം ഭവാൻ സാക്ഷാത് വിദിതഃ അസി. എന്റെ മുമ്പിൽ പ്രത്യക്ഷനായി ഭവിച്ചിരിക്കുന്നു. ഞാൻ എത്ര ഭാഗ്യവാനാണ്. വാസ്തവത്തിൽ അങ്ങ് ആരാണ്? പ്രകൃതേഹേ പരഹ പുരുഷഃ. പ്രകൃതിക്കും പരനായിരിക്കുന്ന പുരുഷനാണ്. പ്രകൃതിക്കും അതീതനായിരിക്കുന്ന പുരുഷനാണ്. അങ്ങനെയുള്ള അങ്ങയെ കാണാൻ കിട്ടുന്നതല്ല. പ്രകൃതിക്ക് അതീതനായ പുരുഷനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നതല്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതല്ല, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അത് ഉപനിഷത്തുക്കൾ, വേദങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ചക്ഷുഷാന പശ്യതി ഏന ചക്ഷുഗുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസതേ. അങ്ങനെ യത് ശ്രോത്രേണ ന ശൃണോതി, അതുപോലെ യത് മനസാ ന മനുതേ എന്നൊക്കെ കേനോപനിഷത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഏതൊന്നിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലയോ, ഏതൊന്നിന്റെ സാന്നിധ്യം കൊണ്ട് കണ്ണ് പ്രവർത്തിക്കുന്നുവോ, മറ്റുള്ള വസ്തുക്കളെയൊക്കെ കണ്ണ് കാണുന്നുവോ, ഏതൊന്നിനെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ലയോ, ഏതൊന്നിന്റെ സാന്നിധ്യത്തിൽ കാത് കേൾക്കുന്നുവോ, ഏതൊന്നിനെ മനസ്സുകൊണ്ട് ചിന്തിക്കാനാവില്ലയോ, ഏതൊന്നിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നുവോ, അങ്ങനെ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുളാണ് പരഹ പുരുഷ. പ്രകൃതേ പരഹ പുരുഷ. അങ്ങനെയുള്ള അങ്ങ്, ആർക്കും കാണാൻ കഴിയാത്തവനായ അങ്ങ് ഇപ്പതാ സാക്ഷാത് വിദിതഃ അസി, എന്റെ മുമ്പിൽ സാക്ഷാതായി കാണപ്പെടുന്നുവല്ലോ. അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? കേവല അനുഭവ ആനന്ദ സ്വരൂപ. കേവല അനുഭവാനന്ദ സ്വരൂപ. അനുഭവം വന്നാല് ജ്ഞാനം തന്നെയാണ്. ചിത് സ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ് അനുഭവസ്വരൂപം, ആനന്ദസ്വരൂപ. അപ്പൊ ചിദാനന്ദസ്വരൂപത്വം. അങ്ങ് ചിദാനന്ദസ്വരൂപനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അനുഭവമാണ് ഭഗവാൻ. ആർക്കാ ഭഗവാന്റെ അനുഭവം ഇല്ലാത്തത്? അറിവില്ലായ്മ മാത്രമേ ഉള്ളൂ, അനുഭവമില്ലായ്മയില്ല. ഉള്ളിലുള്ള ഭഗവാന്റെ അനുഭവത്തെ അത് ഭഗവാന്റെ അനുഭവമാണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ലോണം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പൊ നമുക്ക് ആ ഉള്ളിലേക്ക് തിരിയാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടിരിക്കണു. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർമുഖങ്ങളായിട്ടാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്. പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. ആ സ്വയംഭൂ ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവ് പരാഞ്ചി കാനി വ്യതൃണത്, നമ്മുടെ ഖാനി ഇന്ദ്രിയാണി പരാഞ്ചി ബഹിർമുഖങ്ങളായി സൃഷ്ടിച്ച് അതിനെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ തസ്മാത് പരാങ് പശ്യതി, പുറത്തുള്ളതൊക്കെ കാണാം, ന അന്തരാത്മൻ, അന്തരാത്മാവിനെ കാണാൻ കഴിയുന്നില്ല. അപ്പോ ഓരോരുത്തരുടെ ഉള്ളിലും അന്തരാത്മാവായി അനുഭവ സ്വരൂപനായി ഭഗവാനുണ്ട്. അഹം 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 എന്നുള്ള ഭാവത്തിൽ ഉള്ളില് എല്ലാ അറിവിന്റെയും അടിസ്ഥാനമായിട്ട് പ്രതിബോധ വിദിതം മതം എന്ന് ഉപനിഷത്ത് പറയും. പ്രതിബോധ വിദിതം മതം, നമ്മുടെ ഓരോ ബോധങ്ങളും ഓരോ അറിവുകളെയും അതിന്റെ അതിന് പുറകിൽ അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾക്കുണ്ടാവുന്ന ഓരോ അറിവിനും സാക്ഷിയായി അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന അതിന്റെയൊക്കെ പുറകിലുള്ള ചൈതന്യം, ബോധം, ആ അറിവാണ് ഈ അനുഭവ സ്വരൂപൻ. ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. അനന്തനായതുകൊണ്ട് തന്നെ ആനന്ദം. അപ്പൊ അനുഭവാനന്ദ സ്വരൂപ എന്ന് പറയുമ്പോ ചിദാനന്ദ സ്വരൂപ, ജ്ഞാനാനന്ദ സ്വരൂപ, ബോധാനന്ദ സ്വരൂപ. അത് കേവലം എന്ന് പറഞ്ഞാലോ കലർപ്പില്ലാത്തത്, പ്യുവർ, പരിശുദ്ധമായത്,
പരിശുദ്ധമായ എല്ലാ കലപ്പുകളെയും മാറ്റി നോക്കണം ഈ അനുഭവത്തെ അറിയാൻ, ഉള്ളിലുള്ള ഈ അഹംതത്വത്തെ അറിയാൻ. അതിനെ മൂടുന്ന അഹങ്കാരങ്ങളൊക്കെ മാറ്റണം. ഏതൊക്കെ അഹങ്കാരങ്ങൾ ഈ അഹംതത്വത്തെ മൂടുന്നുവോ ആ അഹങ്കാരങ്ങളെയൊക്കെ നീക്കി നോക്കുമ്പോഴേ അപ്യുവറായിട്ടുള്ള അനുഭവാനന്ദത്തെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ധ്യാനത്തിൽ മാത്രം ഋഷീശ്വരന്മാരൊക്കെ അനുഭവിക്കുന്നതാണിത്. അവർക്ക് ധ്യാനത്തിലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഋഷീശ്വരന്മാർക്ക് ഇപ്പതാ അങ്ങ് എന്നോടുള്ള കരുണ കൊണ്ട് എന്റെ മുമ്പിൽ സാക്ഷാത് വിദിതോശ്രീ. അപ്പൊ ഋഷീശ്വരന്മാർ പോലും അവരുടെ സമാധിയില് അനുഭവമായി മാത്രം ആ അറിയുന്ന സൂക്ഷ്മരൂപിയായ അങ്ങയെ ഇപ്പതാ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഇതാണ് ആ വാക്കുകളുടെയൊക്കെ സൂക്ഷ്മാർത്ഥം. സർവബുദ്ധി ദൃക്ക്, അങ്ങ് എല്ലാവരുടെയും ബുദ്ധിയുടെ സാക്ഷിയാണ്. നമ്മുടെ തന്നെ ബുദ്ധിയുടെ സർവചിന്തകളുടെയും സാക്ഷിയാണ്. ബുദ്ധിയിലുള്ള സകല അറിവിനെയും പ്രകാശിപ്പിക്കുന്നവനാണ്. എല്ലാവരുടെ ബുദ്ധിയുടെയും സാക്ഷിയാണ്. എന്റെ മാത്രമല്ല, എന്റെ സർവബുദ്ധിയുടെയും സാക്ഷി, സകലരുടെയും സകല ബുദ്ധികളുടെയും സാക്ഷി. ആ പ്രകാശത്തിലാണ് നമ്മളെല്ലാം അറിയുന്നത്. ആ പ്രകാശമില്ലെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കുകയില്ല. എങ്ങനെയാണോ വെളിച്ചമില്ലെങ്കിൽ കണ്ണിന് കാണാൻ കഴിയാത്തത്, കണ്ണുണ്ടായിട്ട് കാര്യമില്ല, രൂപം ഉണ്ടായിട്ട് കാര്യമില്ല, രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെളിച്ചം വേണം. അതുപോലെ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, ആ ബുദ്ധി ജഡമാണ്. ആ ജഡമായ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യമാണ്, ബോധമാണ്. ആ സാക്ഷിയായിരിക്കുന്ന സർവബുദ്ധി ദൃക്ക്, സകല ബുദ്ധിക്കും സാക്ഷിയായിരിക്കുന്ന അങ്ങ് ഇപ്പതാ എന്റെ നേത്രഗോചരനായി ഭവിച്ചിരിക്കണു. സാക്ഷാത് വിദിതഃ അസി. അപ്പോ യോഗീശ്വരന്മാർക്ക് പോലും അവരുടെ ഹൃദയത്തിൽ മാത്രം ധ്യാനത്തിൽ കാണാൻ കഴിയുന്ന അങ്ങ് എന്നെ അനുഗ്രഹിച്ചിരിക്കണു എന്ന്. അങ്ങ് പ്രകൃതിക്ക് പരനാണ്, പ്രകൃതിക്ക് അതീതനാണ്. ഈ കാണുന്ന പ്രകൃതിയിൽ നിന്ന് വിലക്ഷണനാണ്. പ്രകൃതിയെല്ലാം വികാരമുള്ളതാണ്, ഉണ്ടായതാണ്. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യതി. ഇങ്ങനെയുള്ള ഷഡ്വികാരവത് ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അതിനപ്പുറത്തുള്ളതാണ് അങ്ങ്. മാറിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾക്കപ്പുറത്തുള്ള ആ ജലത്തെ ദർശിക്കണം. തിരമാലകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിയെ, ദൃഷ്ടിയെ, തിരമാലകളെ തള്ളിക്കളഞ്ഞ് ഉള്ളിലുള്ള വെള്ളത്തെ കാണാൻ പരിശീലിക്കണം. ആഭരണങ്ങളുടെ മോടികളൊക്കെ കാണുമ്പോഴും വൈവിധ്യങ്ങളൊക്കെ കാണുമ്പോഴും അതിന്റെ ആ വൈവിധ്യങ്ങളെ, നാമരൂപങ്ങളെ മാറ്റിക്കളഞ്ഞ് ആഭരണങ്ങളെ പ്രകാശിപ്പിക്കുന്ന അതിന്റെ സത്തയായ സ്വർണത്തെ കാണാൻ കഴിയണം. അതുപോലെ ഇവിടെയും പ്രകൃതിയെ തള്ളിക്കളഞ്ഞ്, പ്രകൃതി എന്ന് പറഞ്ഞാൽ ഉണ്ടായതാണ്, നശിക്കുന്നതാണ്, വികാരങ്ങൾ ഉള്ളതാണ്, അതിനൊക്കെ അസ്തിത്വം കൊടുക്കുന്ന സത്യം പരം, സത്യം പരം ധീമഹി. ആ സത്യമാണിതാ എന്റെ മുമ്പില് ഒരു രൂപമെടുത്ത് നിൽക്കുന്നത്. എന്റെ ഭാഗ്യം. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പരഃ കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക് സയേവ സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ടഃ പ്രവിഷ്ട ഇവ ഭാവ്യസേ. സയേവ സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ടഃ പ്രവിഷ്ട ഇവ ഭാവ്യസേ. അപ്പൊ സഹയേവത്വം, അങ്ങനെ ഇരിക്കുന്ന അങ്ങ് തന്നെ. ആ മുമ്പ് പറഞ്ഞ കേവല അനുഭവാനന്ദ സ്വരൂപ പ്രകൃതേഹ പരഃ പുരുഷ സർവബുദ്ധിദൃക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അങ്ങ് തന്നെ സ്വപ്രകൃത്യ ഇദം ത്രിഗുണാത്മകം അഗ്രേ സൃഷ്ട്വാ തദനു അപ്രവിഷ്ടഃ പ്രവിഷ്ടഃ ഇവ ഭാവ്യസേ. അപ്പൊ പ്രകൃതിക്ക് അതീതനായിരിക്കുന്ന അങ്ങ് അങ്ങയുടെ പ്രകൃതി കൊണ്ട് സ്വപ്രകൃത്യ, പ്രകൃതി അങ്ങയുടെ ഒരു ടൂളാണ്, അങ്ങയുടെ ഉപകരണമാണ്, അങ്ങയുടെ ശക്തിയാണ്, അങ്ങയുടെ നിയന്ത്രണത്തിലുള്ള വസ്തുവാണ്. അല്ലാതെ അങ്ങ് സ്വയം പ്രകൃതിയല്ല. പ്രകൃതിക്ക് അതീതനാണ്. പ്രകൃതി അങ്ങയുടേതാണ്. പ്രകൃതി അങ്ങയുടെ ശക്തിയാണ്. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന, അങ്ങുണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് പ്രകടമാകുന്നതാണ് പ്രകൃതി.
നമ്മുടെ ഉള്ളില് ജീവനുണ്ട് എന്ന് തെളിയിക്കുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസവും നമ്മുടെ ചലനങ്ങളുമാണ്. അതില്ലെങ്കിൽ നമ്മൾ ആള് സ്ഥലം വിട്ടു എന്ന് പറയും, അല്ലേ? ഹി ഹാസ് ഗോൺ ഫോർ എവർ. അപ്പൊ ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണമല്ല വാസ്തവത്തിൽ ഞാൻ. ഈ ലക്ഷണങ്ങളിലൂടെ എന്നെ ലക്ഷീകരിക്കാം. അതുപോലെ ഈ കാണുന്ന പ്രകൃതി എന്നുള്ളത് ഭഗവാന്റെ ഒരു പ്രകടനം മാത്രമാണ്, ഭഗവാന്റെ മാനിഫെസ്റ്റേഷൻ. ഭഗവാന്റെ ശക്തിയെ തന്നെ പ്രകടിപ്പിച്ചതാണ് പ്രകൃതി. അപ്പൊ സ്വപ്രകൃത്യ സ്വമായയാ എന്നർത്ഥം. ഇതം അഗ്രേ ത്രിഗുണാത്മകം സൃഷ്ടുവ. ഇതം ത്രിഗുണാത്മകം, ഈ ത്രിഗുണാത്മകമായ സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളോടുകൂടിയ ഇതിനെ അഗ്രേ, സൃഷ്ടിയുടെ ആരംഭത്തിൽ, ഇൻ ദ വെരി ബിഗിനിങ്, സൃഷ്ടുവ, സൃഷ്ടിച്ചിട്ട്, തദനു ത്വം ഹ്യപ്രവിഷ്ട, തദനു അതിന്റെ ഉള്ളിലേക്ക്, അപ്രവിഷ്ട പ്രവേശിക്കാതെ, പ്രവിഷ്ട ഇവ പ്രവേശിച്ചവനെ പോലെ, ഭാവ്യസെ ഭാവിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ പ്രവേശിച്ചിട്ടില്ല. പ്രവേശിച്ചു എന്നൊക്കെയുള്ളതായിട്ടുള്ള പദങ്ങള് വേദത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് എല്ലാറ്റിന്റെയും ഉള്ളിലേക്ക് അനുപ്രവേശം ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറും ഔപചാരികം മാത്രമാണ്. ഉപചാരത്തിന് വേണ്ടി പറയണം, വ്യവഹാര ഭാഷ ഉപയോഗിക്കണം. യഥാർത്ഥത്തിൽ പാരമാർത്ഥികത്തിൽ പ്രവേശിച്ചിട്ടില്ല. പരമാർത്ഥത്തിൽ പ്രവേശിക്കാതെ വ്യവഹാര ഭാഷയാ പ്രവേശിച്ചു എന്ന് പറയുകയും നമ്മൾ പ്രവേശിച്ചതുപോലെ ഭാവിക്കുകയും കാണുകയും ചെയ്യുന്നു. വെറും വേഷം കെട്ടാണ് എന്നർത്ഥം. അതാണ് അപ്രവിഷ്ട. ഭഗവാൻ പ്രവേശിക്കാതെ പ്രവേശിച്ചവനെ പോലെ കാണപ്പെടുന്നു. സ്വർണം ആഭരണങ്ങളെ നിർമ്മിച്ച് അതിലൊക്കെ പ്രവേശിച്ചിരിക്കുന്നു എന്ന് വെറുതെ പറയാം ഔപചാരികമായിട്ട്. സ്വർണത്തിനോട് ചോദിച്ചാൽ ഞാൻ എവിടെ പ്രവേശിച്ച്? ഞാനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിൽ ചില ആകൃതി ഭേദങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ അതിന് പേരിട്ടതാണ് ആഭരണം എന്ന്. ഞാൻ എവിടെയും പോയിട്ടുമില്ല, വന്നിട്ടുമില്ല. എനിക്ക് അകവുമില്ല പുറവുമില്ല പ്രവേശിക്കാൻ. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ മാത്രമാണ്. ഉള്ളത് സ്വർണം മാത്രമാണ്. ആ സ്വർണത്തിനെ നിങ്ങൾ വിളിച്ചു ആഭരണം എന്ന്, എന്നിട്ട് പറയണം അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. സ്വർണം തന്നെയാണ് മാല ആകൃതിയിലിരിക്കുന്നത്. ആ മാല സ്വർണം തന്നെയാണ്. മാല ഉണ്ടാക്കിയിട്ട് മാലയിലേക്ക് ഒരു ഗൃഹപ്രവേശം ചെയ്തതല്ല സ്വർണം. നമ്മളൊക്കെ ഗൃഹമുണ്ടാക്കിയിട്ട് ഗൃഹത്തിൽ പ്രവേശിക്കും, അല്ലെ? അവിടെ എന്താ, ഗൃഹം വേറെയാണ്, പ്രവേശിക്കുന്ന ആള് വേറെയാണ്. അതുപോലെയാണോ? അല്ല. ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ ഉപാദാന കാരണമായിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ച ആകൃതിയിലും ഇരിക്കുന്നത്. അതിന്റെ ഉപാദാന കാരണം, ഇതിന്റെ മെറ്റീരിയൽ കോസ്, അത് തന്നെയാണ് ഈ കാണുന്നതെല്ലാമായിരിക്കുന്നത്. അതിൽ അനുപ്രവേശിച്ചിട്ടൊന്നുമില്ല. സ്വതന്ത്രമായിട്ട് തന്നെ അത് അതിന്റെ പാട്ടിലുണ്ട്. അതിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. മൺപാത്ര രൂപത്തിൽ കാണപ്പെടുമ്പോഴും മണ്ണിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. മണ്ണ് തന്നെയാണ്. മണ്ണിന്റെ പ്രോപ്പർട്ടീസിനെ ഒന്നും മണ്ണ് കളഞ്ഞിട്ടില്ല. അല്ലെ? മണ്ണിന്റെ ആ സ്വഭാവം മണ്ണായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ മൺപാത്രം ഉണ്ടാക്കിയിട്ട് മൺപാത്രത്തിലേക്ക് പ്രവേശിച്ചതാണോ? ചിന്തിക്കുക. മരം കൊണ്ടുള്ളതായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു. അതൊക്കെ ഉണ്ടാക്കിയിട്ട് മരം അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? അതോ മരത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ ചെത്തിക്കളഞ്ഞുവോ? ഒരു മരത്തിൽ നിന്ന് ഒരു ഉപകരണം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ, ആ ശില്പം ഉണ്ടാക്കിയിട്ട് മരം ശില്പത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത് എത്ര മൗഢ്യമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ശില്പം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? ആ മരത്തിൽ നിന്ന് ആ ശില്പത്തെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് അതിൽ നിന്ന് അന്യമായിട്ടുള്ളതിനെയൊക്കെ ചെത്തിക്കളഞ്ഞു. ഒറ്റ തടിയിലാണ് നിങ്ങളൊരു വിഗ്രഹം തീർത്തത്. ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം നിർമ്മിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ ശ്രീകൃഷ്ണ വിഗ്രഹം മരത്തിലുണ്ടാക്കി, ഭഗവാൻ അതിൽ പ്രവേശിച്ചു, ശ്രീകൃഷ്ണൻ പ്രവേശിച്ചു. അങ്ങനെയാണോ?
നിങ്ങൾ ഒരു മരത്തടി, ഉരുണ്ട ഒരു തടി കണ്ടു. ആ തടിയെ നിങ്ങൾ ഉള്ളിൽ കൃഷ്ണനെ കണ്ടിട്ട് ആ കൃഷ്ണനെ നിങ്ങൾ ഒരു സാമാന്യമായിട്ട് ആദ്യം ഒരു ഫിഗർ വെട്ടിയെടുത്തു. പിന്നെ അതിനെ സ്പെസിഫിക് ആയിട്ട് അതിലെ ഓരോ ഡീറ്റെയിൽസിലേക്കും പോയി. എന്നിട്ട് ഭഗവാന്റെ കയ്യ്, കാല്, മുഖം, കണ്ണ്, കാത്, നാവ്, മൂക്ക് എന്ന് പറഞ്ഞ മാതിരി എല്ലാ അവയവങ്ങളും പ്രത്യേകം പ്രത്യേകം പ്രത്യേകം, ആഭരണങ്ങളൊക്കെ പ്രത്യേകം, ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾ അതിൽ കൊത്തിയെടുത്തു. ആവശ്യമില്ലാത്തതൊക്കെ കൊത്തി കളഞ്ഞു. അവിടെ പ്രവേശനമൊന്നും ഉണ്ടായിട്ടില്ല. മരം ഈ ശില്പത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഈ ശില്പം കാണുന്ന കുട്ടികളോട് പറയാം, മരത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, എന്നിട്ട് മരം അതിൽ പ്രവേശിച്ചു. ഇതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടിയില് ഭഗവാൻ തന്നിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭഗവാൻ അതിൽ പ്രവേശിച്ചിട്ടൊന്നുമില്ല. സ്വതന്ത്രനായി തന്നെ ആ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്നാണ് അതിന്റെ അർത്ഥം. അപ്രവിഷ്ട പ്രവിഷ്ട ഇവ. പ്രവിഷ്ടൻ എന്ന് പറയുമ്പോൾ അസ്വതന്ത്രനാണേ, ലിമിറ്റഡ് ആണേ. പ്രവിഷ്ടൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയവനായി ലിമിറ്റഡ് ആയിട്ടൊക്കെ ഭാവ്യസെ, ഭാവിക്കുന്നു, തെറ്റിദ്ധരിച്ച് കാണുന്നു. ഓരോ ജീവന്മാരും അങ്ങനെ തന്നെയാണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ താൻ കുടുങ്ങിയവനാണെന്ന് ഭാവ്യസെ. ഭഗവാന് ആ ഭാവം ഇല്ല, നമുക്കുണ്ട്. നമ്മളൊക്കെ കുടുങ്ങിപ്പോയവരാണെന്ന് വിചാരിക്കണം. ഞാൻ ഈ ശരീരത്തില് ദേഹേ അഹം, എന്തോ ഭാഗ്യം കൊണ്ട് ദേഹോഹം എന്നുള്ളത് കുറെ വേദാന്തം കേട്ട് കഴിയുമ്പോൾ മാറും. ഞാൻ ദേഹമാണ് എന്നുള്ളത് മാറും. പിന്നീട് വരുന്ന ബുദ്ധിയാണ് ദേഹേ അഹം, ഈ ദേഹത്തിൽ ഞാനിരിക്കുന്നു എന്ന്. കുറെ കഴിയുമ്പോൾ സത്യം അറിയുമ്പോഴോ ബ്രഹ്മാഹം എന്നുള്ള ബുദ്ധി വരും. എന്നുവെച്ചാൽ ഈ ദേഹം ഏത് മെറ്റീരിയലിലാണ് ഉണ്ടാക്കിയത്, ആ മെറ്റീരിയൽ അടക്കം ഞാൻ തന്നെയാണ്. പിന്നെ എന്തിനാ ഞാൻ ദേഹേ അഹം എന്ന് പറയുന്നത്? ഈ ദേഹത്തിന്റെ ഉള്ളില് ഞാൻ ഒരു ശ്രീകോവിലിന്റെ ഉള്ളില് ഭഗവാന്റെ വിഗ്രഹം കുടികൊള്ളും പോലെ കുടികൊള്ളുകയാണോ? ഈ ദേഹത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തിരിക്കുന്നതാണോ ആത്മാ? ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്നുവോ? ഹൃദയം ഒരു ലൊക്കേഷൻ മാത്രമാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് ആത്മ. എല്ലായിടത്തും വ്യാപിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇവിടെ പ്രവിഷ്ട ഇവ ഭാവ്യസേ. ഭാവ്യസേ എന്ന് പറഞ്ഞാൽ ഭാവിക്കപ്പെടുന്നു, വാസ്തവത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് അടുത്ത 2-3 ശ്ലോകങ്ങൾ പറയുന്നത്. യഥേ മേ അവികൃതാ ഭാവാഃ തദാ തേ വികൃതൈ സഹ നാനാവീര്യാഃ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിപത്യ സമുത്പാദ്യ ദൃശ്യന്തേനുഗതാ ഇവ പ്രാഗേവ വിദ്യമാനത്വാത് ന തേഷാം ഇഹ സംഭവഃ. ഈ 2 ശ്ലോകങ്ങളില് ദൃഷ്ടാന്തം പറയുകയാണ്. എന്നിട്ട് പിന്നെയും തിരിച്ച് ഉറപ്പിക്കുകയാണ്. വളരെ എന്താ പറയുക, തത്വചിന്താപരമായിട്ടുള്ള ഭഗവാന്റെ യഥാർത്ഥ തത്വം, പാരമാർത്ഥിക തത്വമാണ് ഇവിടെ വസുദേവർ കാണുന്നത്. ഭഗവാനെ വെറും ഒരു എന്താ പറയുക, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടല്ല കാണുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തത്താവത് സാക്ഷാത് ബാധി. മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ നോക്കി പറഞ്ഞു, വസുദേവര് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാനെ നോക്കി പറഞ്ഞു തത് താവത് സാക്ഷാത് ബാധി. അവിടെ ഗുരുപവനപുരേ എന്ന് പറഞ്ഞു, ഇവിടെ മമ പുരതഃ ബാധി, എന്റെ മുമ്പിൽ പ്രകാശിക്കുന്നു. അവിടെ ഹന്തഭാഗ്യം ജനാന എന്ന് പറഞ്ഞു, ഇവിടെ ഹന്തഭാഗ്യം മമ. മദീയം ഭാഗ്യം, മദീയം ഭാഗ്യം എന്ന് വസുദേവർ തന്റെ ഭാഗ്യത്തെ പറയണം. അപ്പൊ ആ ശ്ലോകത്തിന്റെ ആശയം ഉൾക്കൊണ്ടാൽ ഇത് ഈ വസുദേവരുടെ സ്തുതി ഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ്. ആ സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ള ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന ആ ഒരു ശ്ലോകത്തിന്റെ ആശയം ഉള്ളിൽ ധരിക്കുക. എന്നിട്ട് ഇതിനെ കാണുക. വസുദേവരാകെ പറയുന്നത് ആ പരബ്രഹ്മതത്വം അത് ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ഗ്രഹിക്കാൻ കഴിയാത്തതാണ്. അത് ഇന്നതാണ് തത്വം, അതിന്റെ പാരമാർത്ഥിക തത്വം. അത് യാതൊരു പരിമിതിയുമില്ലാത്തതാണ്. അത് ചൈതന്യ സ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്.
അങ്ങനെയുള്ള ആ വസ്തു ദാ എന്റെ മുമ്പിൽ ഇതാ മൂർത്തീഭവിച്ച് നിൽക്കുന്നു. സാക്ഷാത് വിദിത അസി. ഞാൻ എത്ര ഭാഗ്യവാൻ. മദീയം ഭാഗ്യം, മദീയം ഭാഗ്യം എന്ന് അദ്ദേഹം പറയുന്നതാണ് വിഷയം. ആ വിഷയത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതിലെ വാക്കുകളുടെ കളികളൊക്കെ നമുക്ക് കാണാം. ഉപനിഷത്ത് വ്യാഖ്യാനം തന്നെയാണ്. നമുക്ക് വൈകിട്ട് കാണാം. വൈകിട്ട് 5 മണിക്ക് എടുത്താലോ വിചാരിക്കണം. 5 to 6:30, പിന്നെ രാത്രി ഒന്നുകൂടെ എടുക്കാം. നമുക്ക് ഇന്ന് മുഴുവൻ ഇത് തന്നെ വിഷയം. അപ്പോൾ 5 to 6:30, പിന്നെ നമുക്ക് എന്താ പറയുക, വൈകുന്നേരത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞൊരു 8:30-ക്ക് ശേഷം 9-ന് ശേഷം വേണം പിന്നെയും കുറച്ചുകൂടി ആവാം. എന്നിട്ട് ഭഗവാന്റെ പൂജയൊക്കെ ചെയ്ത് പതുക്കെ കിടന്നുറങ്ങാം. അപ്പം ഇന്ന് 5 o'clock ഈവനിങ് ഓർമ്മ വയ്ക്കുക. 5 to 6:30. ഹരിയോ. നിങ്ങൾക്ക് വേറെയും പൂജകളും കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടാവും. എന്നാലും അതിൻ്റെ ഇടയിൽ ഇതിനും സമയം കണ്ടെത്തൂ. ആസ്വദിക്കാം ഭഗവാന്റെ തത്വം. വസുദേവർ കണ്ടത്, ഇനി അത് കഴിഞ്ഞ് ദേവകി കാണുന്നത് നമുക്ക് കാണാം. ഹരിയോ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. വൈകുന്നേരം ശോഭായാത്രകളൊക്കെ ഉണ്ടാവും. അതിൽ പങ്കെടുക്കുന്നവരൊക്കെ പങ്കെടുത്തോളൂ. അവർ പിന്നീട് കാണാം. അല്ലാത്തവർക്ക് 5 to 6 നമുക്ക് ആസ്വദിക്കാം. ഹരിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ജന്മാഷ്ടമി ആശംസകൾ.